നമസ്കാരം. 24 റൗണ്ടപ്പിലേക്ക് സ്വാഗതം. ഞാൻ ഗോകുൽ രവി. വിശദമായ റിപ്പോർട്ടുകളിലേക്ക്. ADM ആയിരുന്ന കെ നവീൻ ബാബുവിന്റെ മരണത്തിൽ മുൻ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി ദിവ്യ തെറ്റു ചെയ്തുവെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. തെറ്റു ചെയ്തതുകൊണ്ടാണ് നടപടിയെടുത്തത്. ദിവ്യയുടെ കാര്യത്തിൽ പാർട്ടി കൃത്യമായ നിലപാടെടുത്തിട്ടുണ്ട്. സംഘടനാ റിപ്പോർട്ടിന്മേലുള്ള ചർച്ചയ്ക്ക് മറുപടി പറയുകയായിരുന്നു MV ഗോവിന്ദൻ. ശ്രീജിത്ത് കൊല്ലത്ത് നിന്ന് ചേരുന്നുണ്ട്. ശ്രീജിത്ത്, ഇന്നലെയും ഇന്നുമൊക്കെ നടന്ന ചർച്ചകളിൽ പി ദിവ്യയെ അനുകൂലിച്ചും പി ദിവ്യയെ വിമർശിച്ചുമൊക്കെയുള്ള ചർച്ചകൾ ഉയർന്നു വന്നിരുന്നു പ്രതിനിധികളുടെ ഭാഗത്തുനിന്ന്. ഇതിനെല്ലാം ആകത്തുകയായി പി ദിവ്യയെ തള്ളി പറയുകയാണോ CPIM? ഗൂഗിൾ ADM നവീൻ ബാബുവിന്റെ യാത്രയപ്പ് ചടങ്ങിൽ പി ദിവ്യ ക്ഷണിക്കപ്പെടാതെ എത്തി നടത്തിയ പരാമർശം തെറ്റായിപ്പോയി എന്ന നിലപാടിൽ തന്നെയാണ് ഇപ്പോഴും CPIM സംസ്ഥാന നേതൃത്വം നിൽക്കുന്നത് എന്നാണ് ഇന്ന് MV ഗോവിന്ദൻ മറുപടി പ്രസംഗത്തിലൂടെ വ്യക്തമാക്കിയത്. നേരത്തെ പി ദിവ്യയെ അനുകൂലിച്ചും പ്രതികൂലിച്ചുമുള്ള ചർച്ചകൾ പോയി ഈ പ്രവർത്തന റിപ്പോർട്ടിന്മേലുള്ള പൊതുചർച്ചയിൽ ഉയർന്നു വന്നിരുന്നു. ഇതിന് മറുപടി പറയുമ്പോഴാണ് MV ഗോവിന്ദൻ പി ദിവ്യയുടെ കാര്യത്തിൽ പാർട്ടി തെറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് ബോധ്യപ്പെട്ടിട്ടുകൊണ്ടാണ് നടപടി സ്വീകരിച്ചത്, അവരെ സ്ഥാനങ്ങളിൽ നിന്ന് നീക്കിയത് എന്നാണ് MV ഗോവിന്ദൻ വ്യക്തമാക്കിയത്. ആ കാര്യത്തിൽ പാർട്ടി കൃത്യമായ നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്. പി ദിവ്യ തെറ്റ് ചെയ്തെന്ന് ബോധ്യപ്പെട്ടു. അതിന്റെ അടിസ്ഥാനത്തിൽ അവരെ ജില്ലാ പഞ്ചായത്ത് അധ്യക്ഷ സ്ഥാനത്തു നിന്നും പിന്നീട് പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി അംഗത്തിൽ നിന്ന് പ്രാഥമിക അംഗത്വത്തിലേക്ക് തരം താഴ്ത്തിയെന്നുമാണ് MV ഗോവിന്ദൻ വ്യക്തമാക്കിയത്. എന്തായാലും പി ദിവ്യയുടെ തെറ്റ് ബോധ്യപ്പെട്ട ശേഷമാണ് നടപടി എന്ന കാര്യത്തിൽ ആവർത്തിച്ചുള്ള വ്യക്തമാക്കാനാണ് ഇന്ന് പൊതുചർച്ചയ്ക്കിടെ MV ഗോവിന്ദൻ നടത്തിയത്. ശരി, ശ്രീജിത്താണ് കൊല്ലത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. മുമ്പ് മുഖ്യമന്ത്രി അടക്കം ആവർത്തിച്ച കാര്യം അത് ഒരിക്കൽ കൂടി സമ്മേളന പ്രതിനിധികളുടെ ഭാഗത്തു നിന്ന് എതിർത്തും അനുകൂലിച്ചുമൊക്കെ പി ദിവ്യയെ സംബന്ധിച്ച ചർച്ചകൾ ഉണ്ടായപ്പോഴാണ് ഏറ്റവും ഒടുവിൽ മറുപടിയായി തള്ളിപ്പറയുകയാണ് MV ഗോവിന്ദൻ, CPIM സംസ്ഥാന സെക്രട്ടറി തന്നെ. പെട്രോൾ പമ്പ് അനുമതിക്കായി നവീൻ ബാബു കൈക്കൂലി വാങ്ങിയതിന് ഒരു തെളിവുമില്ലെന്ന് അന്വേഷണ റിപ്പോർട്ട്. ADMനെതിരെ പി ദിവ്യ ആസൂത്രിത നീക്കം നടത്തിയെന്നും ദൃശ്യങ്ങൾ ചിത്രീകരിക്കാൻ നിർദ്ദേശിച്ച ശേഷമാണ് യാത്രയപ്പ് ചടങ്ങിലെത്തിയതെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ലാൻഡ് റവന്യൂ ജോയിന്റ് കമ്മീഷണറുടെ റിപ്പോർട്ടിലെ കൂടുതൽ വിശദാംശങ്ങൾ പുറത്തുവന്നു. ADM നവീൻ ബാബുവിന്റെ യാത്രയപ്പ് ദിവസം നടന്ന കാര്യങ്ങളൊന്നും യാദൃച്ഛികമല്ല. എല്ലാം മുൻകൂട്ടി തയ്യാറാക്കിയ തിരക്കഥയുടെ ഭാഗം. ഇടപെടൽ നടത്തിയതെല്ലാം പി ദിവ്യ തന്നെയെന്ന് വ്യക്തമാക്കുന്നതാണ് ഇപ്പോൾ പുറത്തുവന്ന റിപ്പോർട്ടിന്റെ വിശദാംശങ്ങൾ. പെട്രോൾ പമ്പ് അനുവദിക്കാനായി ADM നവീൻ ബാബു കൈക്കൂലി വാങ്ങിയതിന് തെളിവില്ല. ഫയലിൽ കാലതാമസം വരുത്തിയിട്ടില്ലെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ADMനെ അപമാനിക്കാൻ പി ദിവ്യ ആസൂത്രിത നീക്കം നടത്തി. മുൻകൂട്ടി നിശ്ചയിച്ച യാത്രയപ്പ് ചടങ്ങിൽ ക്ഷണിക്കാതെ തന്നെ ദിവ്യ എത്തി. കളക്ടറുടെ ഓഫീസിൽ 4 തവണ വിളിച്ച് യാത്രയപ്പ് ചടങ്ങിന്റെ സമയം ദിവ്യ ഉറപ്പിച്ചിരുന്നു എന്നും ലാൻഡ് റവന്യൂ ജോയിന്റ് കമ്മീഷണറുടെ റിപ്പോർട്ടിൽ പറയുന്നു. പരിപാടി ചിത്രീകരിക്കാൻ കണ്ണൂർ വിഷൻ ചാനലിനോട് നിർദ്ദേശിച്ചതും ദിവ്യ തന്നെ. തുടർന്ന് ഈ ദൃശ്യങ്ങൾ ദിവ്യ ശേഖരിച്ചതായും കണ്ണൂർ വിഷൻ ജീവനക്കാർ മൊഴി നൽകിയിട്ടുണ്ട്. മരണത്തിലേക്ക് നയിച്ച കാരണങ്ങളിൽ വിശദമായ പോലീസ് അന്വേഷണം വേണമെന്നും റിപ്പോർട്ട് ശുപാർശ ചെയ്യുന്നു. തങ്ങൾ ഉന്നയിച്ച ആരോപണങ്ങൾ ശരിയെന്ന് തെളിഞ്ഞെന്നും CBI അന്വേഷണം വേണമെന്നും നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷ പറഞ്ഞു. ലാൻഡ് റവന്യൂ ജോയിന്റ് കമ്മീഷണറുടെ സത്യസന്ധമായ റിപ്പോർട്ടാണ്. അതിൽ വളരെയധികം ആശ്വാസമുണ്ട് ഞങ്ങൾക്ക്. നമുക്ക് ആദ്യം തന്നെ അതുതന്നെയാണ് സംശയം തോന്നിയത്. നമ്മുടെ കേസിൽ ഞങ്ങൾ ഗൂഢാലോചന തന്നെ ഉന്നയിച്ചിരിക്കുന്നത്. സുപ്രീം കോടതി പോകും. എന്താണ് നമ്മൾ അതിനുള്ള കാര്യങ്ങളൊക്കെ ആയി വരുന്നു. 24 തിരുവനന്തപുരം. ഇടുക്കി കട്ടപ്പന വാഴവരയിൽ കാട്ടുതീ കെടുത്താൻ ശ്രമിച്ച യുവാവിന് ദാരുണാന്ത്യം. കാഞ്ചിയാർ ലബ്ബക്കട സ്വദേശി വെള്ളറയിൽ ജിജോയ് തോമസ് ആണ് മരിച്ചത്. ജിജോയ് ജോലി ചെയ്യുന്ന ഏലത്തോട്ടത്തിൽ കാട്ടുതീ പടരാതിരിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ സമീപത്തെ കൊക്കയിലേക്ക് വീണാണ് മരണം. രാഹുൽ വിജയൻ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. രാഹുൽ, അതിദാരുണമായ സംഭവമാണ്. എപ്പോഴാണ് ഈ അപകടം സംഭവിച്ചത്? ഗൂഗിൾ ഇന്ന് വൈകിട്ടാണ് ഈ ദാരുണമായ സംഭവം ഉണ്ടാകുന്നത്. ഇടുക്കിയിലെ മലയോര മേഖലയിൽ എല്ലായിടത്തും തന്നെ ഈ വേനൽ കടുത്തതോടെ കാട്ടുതീ പടർന്നു പിടിക്കുന്നതെങ്കിൽ ഈ കൃഷിയിടത്തിലൊക്കെ തീ പടർന്നു പിടിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ വാഴവരയിലെ ഏലത്തോട്ടത്തിന് സമീപത്തുള്ള വനത്തിൽ കാട്ടുതീ പിടിക്കുകയും അത് ഈ ഏലത്തോട്ടത്തിലേക്ക് പടർന്നു പിടിക്കാതിരിക്കാൻ വേണ്ടിയുള്ളൊരു ശ്രമം നടത്തുന്നതിനിടയിലും വലിയ താഴ്ചയിലേക്ക് ഈ ആൾ വീഴുകയായിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ ജിജോയുടെ മൃതദേഹം കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. ഈ കൊക്കയിലേക്ക് വീണുള്ള മരണമാണ്. തീ പടർന്നു പിടിക്കുക അല്ലെങ്കിൽ തീപ്പൊള്ളലേറ്റോ ഉള്ള മരണമല്ല. ഈ താഴ്ചയിലേക്ക് വീണുണ്ടായ അപകടമാണ് ഈ മരണത്തിന് കാരണം. ഇടുക്കിയിലാണ് താൻ ജോലി ചെയ്യുന്ന ഏലത്തോട്ടത്തിലേക്ക് കാട്ടുതീ പടരാതിരിക്കാനുള്ള പ്രവർത്തനങ്ങളിൽ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു പ്രവൃത്തിയിൽ ഏർപ്പെട്ടിരുന്ന യുവാവാണ് ജിജോയ് തോമസ് ആണ് കൊക്കയിലേക്ക് വീണ് മരിച്ചത്. ഈ തീ പടരാതിരിക്കാനുള്ള ശ്രമത്തിനിടയിലാണ് കൊക്കയിലേക്ക് വീണുള്ള അപകടവും മരണവും. രാഹുൽ വിജയനാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്.
വികസന നയരേഖയിലെ സെസ് പിരിവ് നിർദ്ദേശം CPIMന്റെ രാഷ്ട്രീയ ലൈനിനോട് യോജിക്കുന്നതാണോ എന്ന് സംശയം പ്രകടിപ്പിച്ച് പാർട്ടി സംസ്ഥാന സമ്മേളനത്തിൽ പ്രതിനിധികൾ. പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ സ്വകാര്യവൽക്കരണത്തിലും ചർച്ചയിൽ പ്രതിനിധികൾ ആശങ്ക പ്രകടിപ്പിച്ചു. എന്നാൽ മുഖ്യമന്ത്രി അവതരിപ്പിച്ച രേഖയെ എതിർക്കാൻ ആരും തയ്യാറായില്ല. മുഖ്യമന്ത്രി അവതരിപ്പിച്ച നവകേരളത്തെ നയിക്കാൻ പുതുവഴികളെന്ന രേഖയിന്മേൽ നടന്ന പൊതുചർച്ചയിൽ ആശങ്കകളും സംശയങ്ങളുമാണ് നിറഞ്ഞു നിന്നത്. നവകേരള രേഖയൊക്കെ കൊള്ളാം, പക്ഷേ പാർട്ടി നയങ്ങളോടും ആശയങ്ങളോടും ചേർന്ന് നിൽക്കുന്നതാണോ ഇതെന്നായിരുന്നു കോഴിക്കോട് നിന്നുള്ള KT കുഞ്ഞിക്കണ്ണന്റെ ചോദ്യം. ജനങ്ങളിൽ നിന്ന് ഫീസ് ഈടാക്കി സേവനം നൽകുന്നത് പാർട്ടി ലൈനാണോ എന്ന് പരിശോധന വേണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. രേഖയിൽ വ്യക്തത വേണമെന്നായിരുന്നു പൊതുചർച്ചയിൽ ഉയർന്ന മറ്റൊരാവശ്യം. സെസ് പിരിവിലും സേവനങ്ങൾക്ക് ഫീസ് ഈടാക്കുന്നതിലുമാണ് വ്യക്തത ആവശ്യപ്പെട്ടത്. ജനങ്ങൾ തെറ്റിദ്ധരിക്കാൻ ഇടയാകരുത്, വ്യക്തത വരുത്തിയ ശേഷം മാത്രമേ നടപ്പിൽ വരുത്താവൂവെന്നും പ്രതിനിധികൾ ആവശ്യപ്പെട്ടു. പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ സ്വകാര്യവൽക്കരണത്തിലും ചർച്ചയിൽ ആശങ്ക പ്രകടിപ്പിക്കപ്പെട്ടു. സ്വകാര്യവൽക്കരണം നടപ്പാക്കിയാൽ തിരിച്ചടിയുണ്ടാകും. ബംഗാൾ സംഭവിച്ചതിന് സമാനമായ സാഹചര്യം ഉണ്ടാകുമെന്നും പ്രതിനിധികൾ മുന്നറിയിപ്പ് നൽകി. ചർച്ചയിൽ ഉയർന്ന ആശങ്കകൾ സംബന്ധിച്ച ചോദ്യങ്ങൾ നേതൃത്വം തള്ളിയില്ല. നമുക്ക് ആവശ്യമുള്ള വിഭവം സമാഹരിക്കണം എന്ന കാര്യം പൊതുവായിട്ട് അംഗീകരിക്കുകയാണ്. പിന്നെ എന്തൊക്കെ ഏതൊക്കെ മേഖലയിൽ എങ്ങനെയൊക്കെ എന്നുള്ളതെല്ലാം വിശദാംശങ്ങളായിട്ട് അതിന്റെ പ്രായോഗിക തലത്തിൽ വരുമ്പോഴേ പറയാൻ സാധിക്കുള്ളൂ. ഇപ്പോൾ ഒരു നിലപാട് നയം അംഗീകരിക്കുന്നു എന്ന് മാത്രമേ. നാളെ മുഖ്യമന്ത്രിയുടെ മറുപടിക്ക് ശേഷം നവകേരള വികസന രേഖ സമ്മേളനം അംഗീകരിക്കും. ഇടതുമുന്നണിയുടെ അംഗീകാരം കൂടി വാങ്ങിയ ശേഷം നിർദ്ദേശങ്ങൾ സർക്കാരിന് കൈമാറും. R. ശ്രീജിത്ത്, 24, കൊല്ലം. വിവാദങ്ങൾക്കൊടുവിൽ കൊല്ലത്തെ CPIM സംസ്ഥാന സമ്മേളന വേദിയിൽ സ്ഥലത്തെ പാർട്ടി MLA M. മുകേഷ് എത്തി. ജോലി സംബന്ധമായ കാര്യത്തിന് മാറി നിന്നതാണെന്നും നേതൃത്വത്തെ ഇക്കാര്യം അറിയിച്ചിരുന്നുവെന്നുമാണ് മുകേഷിന്റെ പ്രതികരണം. തന്നോടുള്ള കരുതലിന് നന്ദിയെന്നും മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് M. മുകേഷ് പരിഹാസത്തോടെ മറുപടി നൽകി. അതിനൊന്നും ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ഇവിടെ രേഖ ചർച്ച ചെയ്യാൻ വേണ്ടി വന്നു. നിങ്ങളുടെ ആടെ പോയി, രണ്ടാമത്തെ ആളവിടെ പോയി, നാലാമത് കുഞ്ഞിരാമനോടിയാണ് പോയത്, നാരായണോടിയാണ് പോയി. MLA കാണുന്നില്ല, നോക്കിയാൽ മതി എവിടെയായിരുന്നു. നിങ്ങൾക്കല്ലേ നിങ്ങളുടെ കയ്യിലല്ലേ ഈ സാധനമല്ലേ ഉള്ളൂ. അത് നിങ്ങൾ ചോദിച്ച ചോദ്യം അതൊന്നുമല്ല. നിങ്ങൾ അയാളെ എവിടെയുള്ളത് ഇപ്പോൾ ഞാനിവിടെ പത്രസമ്മേളനം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ എനിക്ക് കണ്ടുപിടിച്ച് പറയാൻ പറ്റും. നിങ്ങളല്ലേ നോക്കണ്ടേ. M. മുകേഷിന്റെ അസാന്നിധ്യത്തെക്കുറിച്ചുള്ള ചോദ്യത്തിന് ഇതായിരുന്നു സമ്മേളനത്തിന്റെ ആദ്യ ദിനത്തിൽ CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ മറുപടി. ലൈംഗികാരോപണ കേസിനെ തുടർന്ന് മുകേഷിന് പാർട്ടി അപ്രഖ്യാപിത വിലക്കേർപ്പെടുത്തിയെന്നായിരുന്നു അഭ്യൂഹം. ഇക്കാര്യത്തിൽ ചർച്ച പുരോഗമിക്കുന്നതിന്റെയാണ് മുകേഷിനോട് കൊല്ലത്തേക്കെത്താൻ നേതൃത്വം ആവശ്യപ്പെട്ടത്. അഭ്യൂഹങ്ങൾക്ക് M. മുകേഷിന്റെ മറുപടി ഇങ്ങനെ: 2 ദിവസം ഇല്ലായിരുന്നു, ഞാൻ പറഞ്ഞിട്ടാണ് പോയത്. എനിക്ക് നമ്മുടെ ജോലി സംബന്ധമായിട്ട് നിയമസഭയ്ക്ക് ഉള്ള ഒരു ഫ്രീ വന്നപ്പോഴത്തേക്ക് നേരത്തെ കൊടുത്തതാണ്. അവിടെ പോയിട്ട് തിരിച്ചു വന്നു, അത്രേ ഉള്ളൂ. ഇതുമായി ബന്ധപ്പെട്ട തുടർ ചോദ്യങ്ങളിൽ മാധ്യമങ്ങളെ പരിഹസിച്ച് മുകേഷിന്റെ മറുപടി: പിന്നെ നിങ്ങളുടെ ഈ കരുതലിന് എനിക്ക് വളരെ സന്തോഷമുണ്ട്. കൊല്ലത്തുനിന്ന് ഞാൻ ഇങ്ങോട്ടോ മാറുമ്പോഴത്തേക്ക് ഇത്രയും സ്നേഹവും ഇത്രയും നമ്മളില്ലാതെ കൊല്ലം ഇല്ല, അത്രയേ ഉള്ളൂ. മുകേഷിനെ സമ്മേളന നഗരിയിൽ എത്തിച്ചതോടെ ചർച്ചകൾ അവസാനിക്കുമെന്നാണ് CPIM കരുതുന്നത്. R. അരുൺരാജ്, 24, കൊല്ലം. മുഖ്യമന്ത്രി അവതരിപ്പിച്ച നവകേരള നയരേഖയിലെ നിർദ്ദേശങ്ങളിൽ LDF കൂട്ടായി ചർച്ച ചെയ്ത ശേഷമേ അന്തിമ തീരുമാനമെടുക്കൂവെന്ന് CPI നേതാവും രാജ്യസഭാ MPയുമായ P. സന്തോഷ് കുമാർ. LDFിലെ ധാരണ പ്രകാരമേ സർക്കാരിന് മുന്നോട്ടു പോകാൻ സാധിക്കൂ. അടിസ്ഥാന കാര്യങ്ങളിൽ നിന്ന് വ്യതിചലിച്ചുള്ള തീരുമാനമുണ്ടാകില്ലെന്നാണ് താൻ പ്രതീക്ഷിക്കുന്നതെന്നും P. സന്തോഷ് കുമാർ പറഞ്ഞു. നവകേരളം എന്ന് പറയുന്ന ഒരാശയം കമ്മ്യൂണിസ്റ്റ് പാർട്ടി മുന്നോട്ട് വെച്ച ഒരാശയമാണ്. സാമ്പത്തിക പ്രതിസന്ധി ഗുരുതരമായിരിക്കുന്ന ഒരു സാഹചര്യം, കേന്ദ്രം സഹായിക്കാത്ത സാഹചര്യത്തിൽ നമ്മൾ പുതിയ വഴികൾ തേടണം. ആ വഴികൾ എന്തെല്ലാമാണ് എന്നതാണ് പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം. ആ വഴികളിൽ CPIക്ക് കൂടെ സ്വീകാര്യമായിരിക്കുന്ന എല്ലാ വഴികളെക്കുറിച്ചും തർക്കമില്ല. LDF കൂട്ടായി ചർച്ച ചെയ്തിട്ടാണ് കാര്യങ്ങളിൽ ആത്യന്തികമായ തീരുമാനമെടുക്കുക. നമുക്ക് കൂടുതൽ പണം കൊടുക്കാൻ ശേഷിയുള്ള, നികുതി കൊടുക്കാൻ ശേഷിയുള്ള വിഭാഗങ്ങളിൽ നികുതി എടുത്തേ വെക്കും, തർക്കമില്ല. ആ ഭാഗങ്ങളുണ്ട് നമ്മൾ പരിശോധിക്കണം. പക്ഷേ അടിസ്ഥാനപരമായ ചില കാര്യങ്ങളിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവില്ലെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. CPIM സംസ്ഥാന സമ്മേളനം നാളെ സമാപിക്കും. സംസ്ഥാന സെക്രട്ടറിയായി MV ഗോവിന്ദൻ തന്നെ തുടർന്നേക്കും. പുതിയ സംസ്ഥാന കമ്മിറ്റിയെയും സെക്രട്ടേറിയറ്റിനെയും നാളെ അറിയാം. വ്യാഴാഴ്ച തുടങ്ങിയ CPIM സംസ്ഥാന സമ്മേളനം ആശ്രാമം മൈതാനത്തെ പൊതുസമ്മേളനത്തോടെ നാളെ സമാപിക്കും. 2 ലക്ഷം പേർ പൊതുസമ്മേളനത്തിന്റെ ഭാഗമാകും. പുതിയ സംസ്ഥാന ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച പ്രാഥമിക ചർച്ചയും ഇന്ന് ചേരുന്ന അവൈലബിൾ പോളിറ്റ് ബ്യൂറോ യോഗത്തിലുണ്ടാകും. പുതിയ ജില്ലാ സെക്രട്ടറിമാരെ കൂടാതെ യുവാക്കൾക്ക് പ്രാധാന്യം നൽകുന്നതാകും സംസ്ഥാന കമ്മിറ്റി. പ്രായപരിധി മാനദണ്ഡ പ്രകാരം 7 പേർ സംസ്ഥാന കമ്മിറ്റിയിൽ നിന്ന് പുറത്തേക്ക് പോകും. അതേസമയം സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ
കാര്യമായ പൊളിച്ചെഴുത്തിന് സാധ്യതയില്ല. വിഭാഗീയത രൂക്ഷമായ കരുനാഗപ്പള്ളിയിൽ നിന്നുള്ള സൂസൻ കൂടി സംസ്ഥാന കമ്മിറ്റിയിൽ നിന്ന് പുറത്തുപോയേക്കും. എറണാകുളം സമ്മേളനത്തിൽ തുടക്കമിട്ട തലമുറ മാറ്റം കൊല്ലം സമ്മേളനത്തോടെ പൂർത്തിയാകും. തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പടക്കം മുന്നിൽ കണ്ട് സംഘടനയെ കൂടുതൽ ചലിപ്പിക്കാൻ പര്യാപ്തമായ നേതൃത്വമാകും പുതിയതെന്നാണ് സൂചന. അരുൺ രാജ്, 24 കൊല്ലം. പത്തനംതിട്ട നഗരത്തിൽ കാഴ്ച പരിമിതിയുള്ളയാൾ കുഴിയിൽ വീണ സംഭവത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നു. കുടിവെള്ള പൈപ്പ് പൊട്ടിയാണ് റോഡിൽ വലിയ കുഴി രൂപപ്പെട്ടത്. 4 ദിവസമായിട്ടും കുഴിയടയ്ക്കാൻ നടപടിയില്ലാത്തതാണ് അപകട കാരണമെന്ന് നാട്ടുകാർ പറയുന്നു. ആ ദൃശ്യങ്ങളിലേക്കാണ് ആ കാഴ്ച പരിമിതനായ വ്യക്തി ആ കുഴിയിൽ വീണ സംഭവത്തിന്റെ CCTV ദൃശ്യങ്ങളാണ്. AV ജയശങ്കർ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. ജയശങ്കർ, ഏതായാലും പിറകിലേക്കാണ് വീണതുകൊണ്ട് പരിക്ക് കാര്യമായി ഇല്ലാതെ രക്ഷപ്പെട്ടു. ഈ അനാസ്ഥ വെളിവാക്കുന്ന ദൃശ്യമാണ്. അതും കൃത്യമായി അവിടെ ഒരു ഈ കോൺസ് വെച്ചിട്ടുണ്ടെങ്കിൽ പോലും അവിടെ അങ്ങനെ ഒരാൾ നടന്നു പോകാൻ അതിരിക്കാനുള്ള ഒരു തടസ്സമൊന്നും അവിടെ ഇല്ലാതാനും അല്ലേ? ഗൂഗിൾ കൃത്യമായ ഒരു ഭാഗ്യം കൊണ്ട് മാത്രമാണ് ഇയാൾക്ക് മറ്റ് ഗുരുതര പരിക്കുകളില്ലാതെ രക്ഷപ്പെടുന്ന സാഹചര്യം ഉണ്ടായത്. കഴിഞ്ഞ ബുധനാഴ്ചയാണ് ഇത്തരത്തിൽ കുടിവെള്ള പൈപ്പ് പൊട്ടി ഈ റോഡ് തകർന്ന ഒരു സാഹചര്യം ഉണ്ടായത്. നഗരത്തിൽ തന്നെ പ്രധാന റോഡുകളിലൊന്നാണ്. കാരണം KSRTC ബസ് സ്റ്റാൻഡിൽ നിന്ന് മിനി സിവിൽ സ്റ്റേഷനിൽ ഉൾപ്പെടെ പോകുന്ന റോഡാണ്. ഈ അടുത്താണ് റോഡിന്റെ പണി പൂർത്തിയൊക്കെ ആകുന്നത്. എന്തായാലും ഈ റോഡ് തകർന്നതിന് ശേഷം ഇതുവരെ 3 ദിവസം കഴിഞ്ഞെങ്കിലും ഇതുവരെ നന്നാക്കാനുള്ള ഒരു പ്രവൃത്തി ഉണ്ടായിട്ടില്ല. എന്തായാലും ഇന്ന് അതിനിടയിലാണ് ഇത്തരത്തിൽ കാഴ്ച പരിമിതിയുള്ള ഒരാൾ ഈ കുഴിയിലേക്ക് വീണ ചെറിയ അപകടം ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. എന്തായാലും ഇത് വ്യാപാരികളെ സംബന്ധിച്ചും വലിയ പ്രശ്നമാണ്. കാരണം ഈ കുഴി നിന്ന് വെള്ളം കടയിലേക്കും മറ്റും ഒഴുകുന്നതായി അടുത്തുള്ള ഒരു സ്വകാര്യ ടെക്സ്റ്റൈൽസ് ഉടമകളും മറ്റും പറയുന്ന സാഹചര്യം ഉണ്ട്. അങ്ങനെ ആകെ മൊത്തത്തിൽ കുഴി കാരണം നാട്ടുകാർക്ക് വലിയ ബുദ്ധിമുട്ടാണ് ഉണ്ടാകുന്നത്. ഇനി ആരെങ്കിലും ഒക്കെ വീഴുമോ എന്നൊരു ആശങ്ക നാട്ടുകാർക്കുണ്ട്. 2-3 ദിവസം കഴിഞ്ഞു. പക്ഷേ ഇതുവരെ ആരും ബന്ധപ്പെട്ട അധികാരികളൊന്നും അങ്ങോട്ട് എത്തി നോക്കിയിട്ടില്ലെന്ന് നാട്ടുകാർ പറയുന്നുണ്ട്. ഗൂഗിളിന് തന്നെ അറിയാം, നഗരത്തിലെ പ്രധാന ഇടമാണ്. ആളുകൾ ഉൾപ്പെടെ വലിയ തോതിൽ യാത്രക്കാർ ഉൾപ്പെടെ നടക്കുന്ന പ്രദേശമാണ്. അങ്ങനെ ഇടത്തിലാണ് റോഡിനോട് ചേർന്ന് ഇത്തരത്തിലൊരു കുഴിയുള്ളത്. പക്ഷേ കുഴിയുടെ കാര്യത്തിൽ ഒരു പരിഹാരമില്ലാതെ നാട്ടുകാർക്കൊരു വള്ളിയായി മാറിയിരിക്കുന്ന സാഹചര്യമാണ് ഗൂഗിൾ ലെവൽ. ശരി, കുഴി എടുത്താൽ അത് നന്നാക്കാത്ത ഉദ്യോഗസ്ഥരാണ് നാട്ടുകാർക്ക് പണിയെടുക്കുന്നത്. ഏതായാലും ഇനി ഒരാൾ വീഴുന്നതിന് മുൻപ് ആ കുഴി അടയ്ക്കാനുള്ള നടപടി ഉണ്ടാകട്ടെ. AV ജയശങ്കറാണ് പത്തനംതിട്ടയിൽ നിന്ന് വിശദാംശങ്ങൾ പങ്കുവച്ചത്. മലപ്പുറം താനൂരിൽ പ്രായപൂർത്തിയാകാത്ത കുട്ടികളെ കാണാതായ സംഭവത്തിൽ ഒപ്പം യാത്ര ചെയ്ത യുവാവ് അറസ്റ്റിൽ. എടവണ്ണ സ്വദേശി ആലുങ്ങൽ അക്ബർ റഹീമിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. കുട്ടികളെ തട്ടിക്കൊണ്ടുപോകൽ, മൊബൈൽ ഫോൺ ഉപയോഗിച്ച് പിന്തുടരൽ തുടങ്ങിയ കുറ്റങ്ങളാണ് പ്രതിക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. സമീർ ബിൻ കരീം താനൂരിൽ നിന്ന് ചേരുന്നുണ്ട്. സമീർ, ഇയാളുടെ ചോദ്യം ചെയ്യലിൽ നിന്നാണോ ഇത്തരം ഒരു നടപടിയിലേക്ക് പോലീസ് കടന്നിരിക്കുന്നത്? ഗോകുൽ, യുവാവിനെ ചോദ്യം ചെയ്തും അതോടൊപ്പം തന്നെ കുട്ടികളുടെ മൊഴിയും രേഖപ്പെടുത്തിയ ശേഷമാണ് പോലീസ് നടപടി സ്വീകരിച്ചിരിക്കുന്നത്. എടവണ്ണ സ്വദേശി റഹീം അസ്ലം എന്ന അക്ബർ റഹീമിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. കുട്ടികളെ തട്ടിക്കൊണ്ടുപോകൽ, മൊബൈൽ ഫോൺ ഉപയോഗിച്ച് പിന്തുടരൽ എന്നീ കുറ്റങ്ങളാണ് ഇയാൾക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. പോക്സോ വകുപ്പ് ഉൾപ്പെടെയുള്ള കുറ്റമാണ് ഇത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ടുള്ള ഒരു കാര്യം. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം, ഈ കുട്ടികൾ ഈ മുംബൈയിലെ ബ്യൂട്ടി പാർലറിൽ എത്തിയതുമായി ബന്ധപ്പെട്ട് ചില ആരോപണങ്ങൾ തന്നെ ഉയർന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് ദുരൂഹത പോലീസ് തള്ളുകയാണ്. കുട്ടികൾ മുംബൈയിലെ ബ്യൂട്ടി പാർലറിൽ എത്തിയത് യാദൃശികമായെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. കുട്ടികളുടെ മൊബൈൽ ഫോണും അതോടൊപ്പം തന്നെ മറ്റുള്ള വിവരങ്ങളും ശേഖരിച്ചപ്പോഴാണ് പോലീസ് ഇത്തരം ഒരു കണ്ടെത്തലിലേക്ക് എത്തിയിരിക്കുന്നത്. ശരി, സമീർ ബിൻ കരീമാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്. 24 ഫ്ലവേഴ്സ് പിങ്ക് മാരത്തണിൽ ജിൻസിയും രമയും ചാമ്പ്യന്മാരായി. 15 മുതൽ 30 വയസ്സ് വിഭാഗത്തിലാണ് പാലക്കാട് സ്വദേശി ജിൻസി ഒന്നാമതെത്തിയത്. ഇടുക്കി സ്വദേശി ആശാ സോമൻ 2ാം സ്ഥാനം നേടി. 30 വയസ്സിന് മുകളിലുള്ളവരുടെ വിഭാഗത്തിൽ തൃശൂർ സ്വദേശി രമ ഒന്നാമതെത്തിയപ്പോൾ എറണാകുളം സ്വദേശി മിനു വിക്ടറിനാണ് 2ാം സ്ഥാനം. ഇരു കാറ്റഗറികളിലും യഥാക്രമം പറവൂർ സ്വദേശി CR നിത്യയും ഫോർട്ട് കൊച്ചി സ്വദേശി ഷെൽമ റോഷനും 3ാം സ്ഥാനത്തെത്തി. ആൻസി എന്ന തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. വനിതാ ദിനത്തിൽ 24ഉം ഫ്ലവേഴ്സും ചേർന്ന് സംഘടിപ്പിച്ച പിങ്ക് മാരത്തൺ അതിഗംഭീരമായിരുന്നു. ഇവിടെ ഇപ്പം മത്സരാർത്ഥികൾ ഇപ്പം എന്നോടൊപ്പം ഉണ്ട്. എങ്ങനെയുണ്ടായിരുന്നു മത്സരം? സൂപ്പർ സൂപ്പർ. എത്രാമതായിട്ടാണ് ഫിനിഷ് ചെയ്തത്? എങ്ങനെയുണ്ടായിരുന്നു? ഇത് ആദ്യമായിട്ടാണോ പങ്കെടുക്കുന്നത്? ഇത് വുമൻസ് ഡേയുടെ ഇതിൽ ഫസ്റ്റ് ടൈമാണ് അസോസിയേഷനെ പ്രതിനിധീകരിച്ച് വന്നിരിച്ചിട്ടുള്ളതാണ്. ഞാൻ പ്രസിഡന്റ്, ഇവരെല്ലാവരും ഇത് ഞങ്ങളുടെ കൗൺസിലർ. ഞാൻ വാർഡ് കൗൺസിലറാണ്. നിങ്ങൾ എത്ര പേരുണ്ടായിരുന്നു? ഞങ്ങൾ മൊത്തം 10-12 പേരുണ്ടായിരുന്നു. ചത്താരിയത് ഞങ്ങൾ വളരെ എനർജറ്റിക് ആയിട്ടുള്ള വുമൻസ് ആണ്. നിങ്ങൾ എനർജി ഒന്ന് കാണുന്നു.
നിങ്ങളിത് ആദ്യമായിട്ടാണോ പങ്കെടുക്കുന്നത്? ഞങ്ങളുടെ അവിടെ അസോസിയേഷനിൽ തന്നെ ഒരു വനിത ഞങ്ങളൊരു കൂട്ടായ്മ ഒരു ഇന്ററാക്ഷൻ നടത്തിയിട്ടാണ് ഇന്ന് വൈകിട്ട് ഞങ്ങൾ ഇങ്ങോട്ട് പോകുന്നത്. പെട്ടെന്നുള്ളൊരു തീരുമാനമാണ്. എങ്ങനെയുണ്ടായിരുന്നു രാത്രിയിൽ കൊച്ചിയിൽ ഇങ്ങനെയുള്ള? നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. ഞങ്ങൾ ഇത്രയൊക്കെ ഇത് എക്സ്പെക്ട് ചെയ്തിട്ടല്ല വന്നത്, പക്ഷെ ഇവിടെ വന്ന് ഞങ്ങൾക്ക് കിട്ടിയ നല്ലൊരു എക്സ്പീരിയൻസ്. ഫ്ലവേഴ്സ് ടിവിന് ഓൾ ദി ബെസ്റ്റ്. അടുത്ത വർഷവും ഈ മത്സരത്തിൽ തീർച്ചയായും പങ്കെടുക്കും. നല്ലൊരു ഇൻഡ്യൂസിയാസ്റ്റിക് ആയിട്ട് തോന്നുന്നുണ്ട് ഇപ്പൊ ഇതെന്ന് വെച്ചാൽ നമ്മൾ വിചാരിച്ചിട്ട് ഇത്രയും നടക്കാൻ പറ്റുന്നു, പക്ഷെ ഞങ്ങൾ നന്നായിട്ട് നടന്ന് അതേപോലെ തിരിച്ചു വന്നു. നല്ലൊരു എക്സസൈസ്. ആണുങ്ങൾക്ക് ഇച്ചിരി പണി കൊടുക്കണമായിരുന്നു, പെണ്ണുങ്ങൾ മാത്രം നടന്നാൽ പോരല്ലോ, ആണുങ്ങൾ നടക്കണ്ടേ. അതെ, ഇവിടെ ഇവർ പറഞ്ഞ പോലെ തന്നെ അതിഗംഭീരമായ മത്സരമായിരുന്നു നടന്നത്. നമ്മൾ 2 കാറ്റഗറി ആയിട്ടായിരുന്നു മത്സരം നടത്തിയിരുന്നത്. 15 മുതൽ 30 വയസ്സ് വരെയുള്ളവരുടെ ഒരു കാറ്റഗറിയും അതുപോലെ തന്നെ 30-ന് മുകളിലേക്ക് ഉണ്ടായിരുന്ന വേറൊരു കാറ്റഗറിയുമായിട്ടായിരുന്നു നമ്മൾ രണ്ട് രീതിയിലായിരുന്നു മത്സരം നടത്തിയിരുന്നത്. 5 കിലോമീറ്റർ ആയിരുന്നു നമ്മൾ മത്സരം സംഘടിപ്പിച്ചത്. ദർബാർ ഹാളിൽ നിന്നും തുടങ്ങി ഹൈക്കോടതി ജംഗ്ഷനിൽ അവസാനിക്കുന്ന രീതിയിലായിരുന്നു മത്സരം സംഘടിപ്പിച്ചത്. ഇവിടെ കുറച്ചുപേര് സെൽഫിയൊക്കെ എടുപ്പുണ്ട്. ഇപ്പോഴും ഗ്രൗണ്ട് വിട്ടു പോയിട്ടുണ്ടായിരുന്നില്ല. എങ്ങനെയുണ്ടായിരുന്നു മത്സരം? ഇതിനു മുന്നേ പങ്കെടുത്തു കഴിഞ്ഞ വർഷം. കഴിഞ്ഞ വർഷത്തേക്കാൾ ഞങ്ങൾക്ക് സ്റ്റാമിന ഇംപ്രൂവ് ചെയ്തു, അതുകൊണ്ട് യു കുഡ് മേക്ക് ഇറ്റ്. നിങ്ങൾക്ക് എവിടുന്നാ വരുന്നത്? ഞങ്ങൾ എറണാകുളം തന്നെ. ഇതുപോലെ ഇനിയും മത്സരങ്ങൾ നെക്സ്റ്റ് വീക്ക് ഉണ്ട്, റേഡിയോ മിർച്ചിയുടെ. ഇതിവിടെ 2 കുട്ടികൾ നിൽപ്പുണ്ട്, നമുക്ക് അവരോട് ചോദിക്കാം. ഒരു കുട്ടി നിൽപ്പുണ്ട്, കുട്ടിയോട് ചോദിക്കാം എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ്? മടുത്തിരിക്കുകയാണ്, വളരെ മടുത്ത്. എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു. ഇത്രയും പേര് ഒരുമിച്ച് പെൺകൂട്ടായ്മ, ആ വൈബ്, ഇറ്റ് വാസ് റിയലി ആസം. ഞങ്ങളത് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തു. അടിപൊളിയായിരുന്നു. എത്ര വയസ്സ്? വയസ്സ് പറയും. 10 years ആണ്. നറ്റാഷ. അതായത് ചെറിയ കുട്ടികൾ മുതൽ പ്രായം വ്യത്യാസമില്ലാതെ ആളുകൾ പങ്കെടുത്തു എന്നത് തന്നെയാണ് ഈ മാരത്തണിന്റെ പ്രത്യേകത. ഇവിടെ ഒരു കുട്ടി വന്നിട്ടുണ്ട്. എങ്ങനെയുണ്ടായിരുന്നു മത്സരം? നല്ലായിരുന്നു. ഇത് ആദ്യമായിട്ടാണോ പങ്കെടുക്കുന്നത്? അല്ല. മോളുടെ പേരെന്താ? ഹന്ന. മോൾ എത്രയല്ല പഠിക്കുന്നത്? 4. നല്ല. എങ്ങനെയുണ്ടായിരുന്നു ഓടിയിട്ട്? ക്ഷീണിച്ചാന്ന്, പക്ഷെ കൊള്ളായിരുന്നു. സമ്മാനമൊക്കെ കിട്ടിയോ? ഇല്ല. ഇനി അടുത്ത കൊല്ലം പങ്കെടുക്കുവോ? ഇതിനു മുന്നേ പങ്കെടുത്തിട്ടുണ്ടോ? കഴിഞ്ഞ വർഷം. എങ്ങനെയുണ്ടായിരുന്നു കൊച്ചിയിൽ ഇങ്ങനെ ഓടാൻ വരുന്നത്? ആദ്യത്തെ എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ് മൊത്തത്തില്? നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. മോൾ എത്രയല്ല പഠിക്കുന്നത്? ഞാൻ 5ാം ക്ലാസ്സിൽ. ആദ്യമായിട്ടാണോ ഓടാൻ വന്നത്? അല്ല, കുറച്ച് ഓടിയിട്ടുണ്ട്. പ്രൈസ് മെഡലാണ് കിട്ടാറുള്ളത്. അപ്പോൾ ഇനിയും പങ്കെടുക്കില്ലേ? അതെ. എല്ലാവരും ആവേശത്തിലാണ്. അടുത്ത വർഷവും ഇതുപോലെയുള്ള മത്സരങ്ങളിൽ പങ്കെടുക്കുമെന്ന് തന്നെയാണ് ഇവർ പറയുന്നത്. ഈ വനിതാ ദിനത്തിൽ ഇത്തരമൊരു പരിപാടി സംഘടിപ്പിച്ച് അത് വിജയകരമാക്കിയിരിക്കുകയാണ് 24-ഉം ഫ്ലവേഴ്സും ചേർന്ന് നിന്ന്. ദർബാർ ഹാളിൽ നിന്നും ആൻസിയന, 24. തിരികെ വാർത്തകളിലേക്ക്. കോളേജ് ക്യാമ്പസുകളിലെ ലഹരി വ്യാപനത്തിന് തടയിടാൻ ഗവർണറുടെ ഇടപെടൽ. സംസ്ഥാനത്തെ സർവകലാശാല വൈസ് ചാൻസലർമാരുടെ യോഗം വിളിച്ചു. തിങ്കളാഴ്ച ഉച്ചയ്ക്ക് ശേഷമാണ് യോഗം. ലഹരി ഭീഷണിയെ എങ്ങനെ നേരിടാമെന്ന് യോഗം ചർച്ച ചെയ്യും. രാജേന്ദ്ര ആർലേക്കർ ഗവർണറായ ശേഷം ആദ്യമായാണ് സർവകലാശാല വിഷയത്തിൽ നേരിട്ടിടപെടുന്നത്. മകന്റെ ശരീരത്തിൽ MDMA ഒളിപ്പിച്ച് വിൽപ്പന നടത്തിയ മയക്കുമരുന്ന് സംഘത്തലവൻ പിടിയിൽ. തിരുവല്ല സ്വദേശിയാണ് പോലീസിന്റെ പിടിയിലായത്. 3.5 ഗ്രാമിലധികം MDMAയും പ്രതിയിൽ നിന്ന് പിടിച്ചെടുത്തു. കർണാടക ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ നിന്നാണ് ഇയാൾ മയക്കുമരുന്ന് കേരളത്തിലേക്ക് എത്തിക്കുന്നത് എന്നാണ് പോലീസിന് ലഭിച്ച വിവരം. പ്രതി MDMA കൂടുതലായി മറ്റെവിടെയെങ്കിലും ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടോ എന്നും പോലീസ് പരിശോധിക്കുന്നുണ്ട്. കോഴിക്കോട് താമരശ്ശേരിയിൽ പോലീസ് പരിശോധനയ്ക്കിടെ MDMA പാക്കറ്റുകൾ വിഴുങ്ങിയ യുവാവ് മരിച്ചു. മൈക്കാവ് സ്വദേശി ഷാനിദാണ് മരിച്ചത്. ലഹരി കേസുകളിൽ പ്രതിയായിരുന്നു ഷാനിദെന്ന് പോലീസ് പറഞ്ഞു. താമരശ്ശേരി അമ്പായത്തോട് പള്ളിക്ക് സമീപത്തെ പോലീസ് പരിശോധനയ്ക്കിടെയാണ് ഷാനിദ് കയ്യിലുണ്ടായിരുന്ന MDMA പാക്കറ്റോടെ വിഴുങ്ങിയത്. രക്ഷപ്പെടാൻ ശ്രമിച്ച ഷാനിദിനെ പോലീസ് ഓടിച്ചിട്ട് പിടികൂടുകയായിരുന്നു. താൻ MDMA പാക്കറ്റുകൾ വിഴുങ്ങിയെന്ന് ഷാനിദ് പോലീസിനോട് പറഞ്ഞു. പിന്നാലെ ആദ്യം താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിലും പിന്നീട് കോഴിക്കോട് മെഡിക്കൽ കോളേജിലും പ്രവേശിപ്പിച്ചു. എൻഡോസ്കോപ്പി നടത്തിയതിൽ പാക്കറ്റിനുള്ളിൽ ക്രിസ്റ്റൽ രൂപത്തിലുള്ള വസ്തുവാണെന്ന് കണ്ടെത്തി. പിന്നീട് MDMA ആണെന്ന് സ്ഥിരീകരിച്ചു. അളവിൽ കൂടുതൽ MDMA ശരീരത്തിലെത്തിയാൽ മരണത്തിനിടയാക്കുമെന്നതിനാൽ തീവ്ര പരിചരണ വിഭാഗത്തിലാണ് ഷാനിദിനെ പ്രവേശിപ്പിച്ചത്. രാവിലെ 11 മണിയോടെയാണ് മരണം സംഭവിച്ചത്. പ്രദേശത്ത് ലഹരി സംഘങ്ങളുടെ ശല്യം രൂക്ഷമെന്ന് ഷാനിദിന്റെ നാട്ടുകാർ.
നാട്ടുകാരെന്ന നിലയിൽ ഇവിടുത്തെ പൊതുപ്രവർത്തകരും ഒക്കെ സിന്തറ്റിക് ലഹരിക്കെതിരായിട്ടുള്ള കൂട്ടായ്മകൾ വർദ്ധിപ്പിക്കുകയും ഇവിടെ ഒരുപാട് ആളുകൾ അങ്ങനെ മോചിപ്പിച്ചെടുത്തൊരു സ്ഥലം കൂടിയാണിത്. MDMA പാക്കറ്റ് ശരീരത്തിനുള്ളിൽ വെച്ച് പൊട്ടിയതാണ് മരണകാരണമെന്നാണ് പ്രാഥമിക വിവരം. ഷാനിദ് നേരത്തെയും ലഹരി കേസുകളിൽ പ്രതിയാണ്. 24 കോഴിക്കോട്. ലഹരിക്കെതിരെയുള്ള ശക്തമായ പ്രചാരണങ്ങൾക്കിടെ കൊച്ചിയിൽ നിന്ന് പുറത്തുവരുന്നത് കുട്ടികളുടെ ലഹരി ഉപയോഗ കേന്ദ്രത്തെക്കുറിച്ചാണ്. പേരണ്ടൂർ റെയിൽവേ ഓവർബ്രിഡ്ജിന് സമീപത്താണ് തീരം എന്ന പേരിട്ട ലഹരി ഉപയോഗ കേന്ദ്രം. പലതവണ വിവരമറിയിച്ചിട്ടും ഒരു തവണ പോലും പോലീസ് ഇവിടെ എത്തിയിട്ടില്ലെന്ന് നാട്ടുകാർ പറയുന്നു. 24 ഇൻവെസ്റ്റിഗേഷൻ. എളമക്കര പോലീസ് സ്റ്റേഷൻ പരിധിയിൽ പ്രായപൂർത്തിയാകാത്ത കുട്ടികൾ ലഹരി ഉപയോഗിക്കാനായി കണ്ടെത്തിയ കേന്ദ്രത്തിന്റെ പേരാണ് തീരം. ആ തീരം കണ്ടെത്തി അവിടെ എത്തിയ ഞങ്ങൾക്ക് കാണാനായ ആദ്യത്തെ കാഴ്ചയായിരുന്നു ഇത്. ഇത്തരത്തിൽ രാസലഹരിയുടെ നിരവധി ഉപയോഗിച്ച കവറുകളാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. വിശാലമായ പേരണ്ടൂർ റെയിൽവേ മേൽപ്പാലത്തിന്റെ ഈ ഭാഗമാണ് പ്രായപൂർത്തിയാകാത്ത കുട്ടികളുടെ പ്രധാന ലഹരി ഉപയോഗ കേന്ദ്രം. തീരമെന്ന ഓമന പേരിട്ടാണ് ഇവിടെ ലഹരി ഉപയോഗിക്കാൻ കുട്ടികൾ എത്തുന്നത്. വാട്സാപ്പിലൂടെയും ഇൻസ്റ്റഗ്രാമിലൂടെയും സന്ദേശം ലഭിച്ചാണ് ഇവിടേക്ക് ലഹരി ഉപയോഗത്തിന് കുട്ടികൾ എത്തുന്നത്. നാട്ടുകാർ പോലീസിന് വിവരമറിയിച്ചെങ്കിലും ഇങ്ങോട്ട് പോലീസ് വരാറില്ല. ഇതാണ് ലഹരി മാഫിയ തണലാക്കുന്നത്. എളമക്കര പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് ഈ സ്ഥലം. പ്രദേശത്താകെ ലഹരി ഉപയോഗിച്ച ശേഷം വലിച്ചെറിഞ്ഞ നിരവധി സിപ്പ് കവറുകൾ, ലഹരി ഉപയോഗിക്കാൻ പേപ്പറുകൾ വാങ്ങിയതിന്റെ തെളിവുകളും ഇവിടെ കാണാം. രാത്രി 7 മണി മുതൽ പുലർച്ചെ വരെ കുട്ടികൾ ഇവിടെ ഉണ്ടാകാറുണ്ടെന്ന് പ്രദേശവാസികൾ പറയുന്നു. ഇന്നലെ ഈ വിവരം സംസാരിച്ചതിനു പിന്നാലെ ചില വീടുകൾക്ക് നേരെ ലഹരി വലയത്തിൽപ്പെട്ടവർ കല്ലുകൾ വലിച്ചെറിഞ്ഞു. വിവരം പോലീസിൽ അറിയിച്ചെങ്കിലും പതിവ് പോലെ പോലീസ് എത്തിയില്ല. പെൺകുട്ടികളെ അടക്കം ഇവിടെ എത്തിച്ച് ലഹരി നൽകുന്നുണ്ടെന്ന് പ്രദേശവാസികൾ പറയുന്നു. രാഹുൽ VS-നൊപ്പം S. ശ്യാംകുമാർ, 24 കൊച്ചി. വനിതാ അഭിഭാഷകയെ അപമാനിച്ചെന്ന പരാതിയിൽ മാപ്പ് പറഞ്ഞ് ഹൈക്കോടതി ജസ്റ്റിസ് A. ബദറുദ്ദീൻ. ചീഫ് ജസ്റ്റിസ് വിളിച്ച ചർച്ചയിലാണ് മാപ്പ് പറഞ്ഞത്. ഈ സാഹചര്യത്തിൽ ജഡ്ജിക്കെതിരെ പ്രതിഷേധം തുടരേണ്ടതില്ലെന്ന് അഭിഭാഷക വ്യക്തമാക്കി. എന്നാൽ തങ്ങളുടെ അറിവില്ലാതെയാണ് ചർച്ച നടന്നതെന്ന് അഭിഭാഷക അസോസിയേഷൻ പ്രതികരിച്ചു. കൊച്ചിയിൽ നിന്ന് ശ്രീകാന്ത് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ശ്രീകാന്ത്, കഴിഞ്ഞ ദിവസം ജസ്റ്റിസ് A. ബദറുദ്ദീന്റെ സിറ്റിംഗ് അടക്കം ബഹിഷ്കരിച്ചാണ് അഭിഭാഷകർ. ഇന്നിപ്പോൾ ഈ ചീഫ് ജസ്റ്റിസിന്റെ സാന്നിധ്യത്തിൽ നിന്നാണ് ചർച്ചയിൽ ഒത്തുതീർപ്പാവുകയാണോ? ഗോകുലി ഖേദം അറിയിച്ചിരിക്കുന്നു ജസ്റ്റിസ് A. ബദറുദ്ദീൻ ആ വിഷയത്തിൽ എന്നുള്ളതാണ് പുറത്തുവരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. തുറന്ന കോടതി മുറിയിൽ അഭിഭാഷകയെ വേദനിപ്പിച്ച പ്രസ്താവനയിലാണ് ഖേദം പ്രകടിപ്പിച്ചത്. ചീഫ് ജസ്റ്റിസിന് മുന്നിലാണ് ജസ്റ്റിസ് A. ബദറുദ്ദീൻ ഖേദം അറിയിക്കുകയുണ്ടായത്. തുടർ സമരവുമായി മുന്നോട്ട് പോകരുതെന്ന് അസോസിയേഷന് ഈ അപമാനിക്കപ്പെട്ട അഭിഭാഷക കത്ത് നൽകിയിട്ടുണ്ട്. ഹൈക്കോടതി അഭിഭാഷക അസോസിയേഷന്റെ പ്രസ്താവനയിലാണ് ഇക്കാര്യം അറിയിച്ചത്. എന്തായാലും തിങ്കളാഴ്ച അവരൊരു യോഗം ചേരുന്നുണ്ട്. തുടർ നടപടി വേണോ അതോ ഈ ഖേദപ്രകടനം കൊണ്ടെല്ലാം അവസാനിപ്പിക്കണമോ എന്ന കാര്യത്തിൽ തീരുമാനമെടുക്കാൻ. ശരി, ശ്രീകാന്താണ് വിശദാംശങ്ങൾ നൽകിയത്. ഏതായാലും ഹൈക്കോടതിയിൽ അസാധാരണമായ പ്രതിഷേധമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ അഭിഭാഷകരുടെ ഭാഗത്തുനിന്നുണ്ടായത്. ഏതായാലും ഇപ്പോൾ ആ വിഷയത്തിൽ ജസ്റ്റിസ് A. ബദറുദ്ദീൻ അഭിഭാഷകയോട് മാപ്പ് പറഞ്ഞിരിക്കുകയാണ്. സംസ്ഥാനത്ത് സൂര്യാഘാതമേറ്റ് ഒരാൾ മരിച്ചു. കാസർഗോഡ് സ്വദേശിയായ 92-കാരൻ V. കുഞ്ഞിക്കണ്ണനാണ് മരിച്ചത്. ഇന്നും നാളെയും സംസ്ഥാനത്തെ 6 ജില്ലകളിൽ ചൂട് കൂടുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. കയ്യൂർ മുഴക്കോം വലിയ പോയിലിൽ കുഞ്ഞിക്കണ്ണനാണ് മരിച്ചത്. ഇന്നുച്ചയ്ക്ക് 2:30-യോടെ വീടിന് സമീപത്ത് വെച്ചാണ് കുഞ്ഞിക്കണ്ണന് സൂര്യാഘാതമേറ്റത്. ബന്ധുവീട്ടിലേക്ക് നടന്നു പോകുന്നതിനിടെയാണ് സംഭവം. ചെറുവത്തൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. മറ്റു പുറത്ത് പണിക്കൊന്നും പോകാറില്ല. അയാൾ വളർത്തുന്ന തന്നെ ചെറിയ പരിപാടിയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് രാവിലെ ഇങ്ങനെ കത്തി കൊടുത്ത് തൊട്ടപ്പുറത്തോട്ട് പോയതാണ്. അവിടെ തന്നെ കൊഴിഞ്ഞു പോകുന്നതാണ്. കുറച്ച് കാണാൻ വൈകിപ്പോയി. അങ്ങനെ സൂര്യാഘാതമായിട്ട് മേലാസാനം പൊള്ളിയിട്ടുണ്ട്. അതേസമയം ഇന്നും നാളെയും സംസ്ഥാനത്ത് ചൂട് കൂടുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. 6 ജില്ലകളിലാണ് ഇന്ന് യെല്ലോ അലർട്ട്. കൊല്ലം, പത്തനംതിട്ട, തൃശൂർ, പാലക്കാട്, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചത്. ഈ ജില്ലകളിൽ ഇന്നും നാളെയും സാധാരണയേക്കാൾ 2 മുതൽ 3 ഡിഗ്രി വരെ ചൂട് കൂടാൻ സാധ്യതയുണ്ട്. പകൽ 10 മണി മുതൽ 3 മണി വരെയുള്ള സമയങ്ങളിൽ ശരീരത്തിൽ നേരിട്ട് സൂര്യപ്രകാശം ഏൽക്കുന്നത് ഒഴിവാക്കണമെന്നാണ് നിർദ്ദേശം. ന്യൂസ് ഡെസ്ക് 24. പെൺസുഹൃത്ത് ഫർസാനയോട് വൈരാഗ്യമായിരുന്നുവെന്ന് വെഞ്ഞാറമൂട് കൂട്ടക്കൊലക്കേസ് പ്രതി അഫാൻ. പണയം വെക്കാൻ നൽകിയ മാല തിരികെ ചോദിച്ചതാണ് വൈരാഗ്യത്തിന് കാരണമെന്ന് അഫാൻ പോലീസിനോട് വെളിപ്പെടുത്തി. മാതാവ് ഷെമിയെ ആക്രമിച്ച ശേഷം
മുറിപൂട്ടി അഫാൻ താക്കോൽ ഫ്ലഷ് ടാങ്കിൽ ഉപേക്ഷിച്ചതായി പോലീസ് കണ്ടെത്തി. 24 ബ്രേക്കിംഗ്. ായ അഫാൻ 5 പേരുടെ ജീവനെടുത്തതിന്റെ കാരണം സാമ്പത്തിക ബാധ്യത മൂലമുള്ള സമ്മർദ്ദം കൊണ്ടെന്നായിരുന്നു ആദ്യ വിവരം. അപ്പോഴും എന്തിന് പെൺസുഹൃത്ത് ഫർസാനയെ കൊലപ്പെടുത്തിയെന്ന ചോദ്യം അവശേഷിച്ചു. പെൺസുഹൃത്ത് ഫർസാനയോട് വൈരാഗ്യമുണ്ടായിരുന്നുവെന്നാണ് അഫാന്റെ പുതിയ വെളിപ്പെടുത്തൽ. പണയം വെക്കാൻ നൽകിയ മാല തിരികെ ചോദിച്ചതായിരുന്നു വൈരാഗ്യ കാരണം. അഫാന് മാല നൽകിയ വിവരം ഫർസാനയുടെ വീട്ടിലറിഞ്ഞിരുന്നു. മാല തിരികെ കിട്ടാൻ ഫർസാന അഫാനെ സമ്മർദ്ദപ്പെടുത്തി. ഫർസാന നിരന്തരം മാല തിരികെ ആവശ്യപ്പെട്ടതോടെ പിതാവിന്റെ പേരിലുള്ള കാറ് പണയപ്പെടുത്തി മാല തിരികെ എടുത്തു നൽകി. ഇതാണ് പെൺസുഹൃത്തിനോടുള്ള പകയ്ക്ക് കാരണം. കൊലപാതക ദിവസം അഫാൻ നടത്തിയത് വലിയ ആസൂത്രണമെന്നും പോലീസ് ഉറപ്പിക്കുന്നുണ്ട്. മാതാവ് ഷെമിക്ക് സുഖമില്ലെന്ന് പറഞ്ഞാണ് കൊലപാതക ദിവസം ഫർസാനയെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയത്. നാഗരകുടിയിലെ കടയിൽ നിന്നും അഫാൻ മുളകുപൊടിയും വാങ്ങിയിരുന്നു. കൊലപാതകത്തിനിടെ വീട്ടിലേക്ക് എത്തുന്നവരെ ആക്രമിക്കാനായിരുന്നു നീക്കം. അഫാൻ മാതാവിനെ ആക്രമിച്ച ശേഷം മുറിയിൽ പൂട്ടിയിട്ടതിൽ പോലീസിന് ചില സംശയങ്ങളുണ്ട്. ഷെമിയെ മുറിക്കുള്ളിൽ പൂട്ടിയിട്ട് മുറിയുടെ താക്കോൽ ഫ്ലഷ് ടാങ്കിൽ ഒളിപ്പിച്ചു. ഇന്നലത്തെ തെളിവെടുപ്പിൽ പോലീസ് താക്കോൽ കണ്ടെത്തി. അഫാനും കുടുംബത്തിനും 40 ലക്ഷം രൂപയുടെ കടമുണ്ടായിരുന്നുവെന്നും പോലീസ് സ്ഥിരീകരിച്ചു. പാങ്ങോട് പോലീസിന്റെ കസ്റ്റഡിയിലുണ്ടായിരുന്ന അഫാനെ തിരികെ കോടതിയിൽ ഹാജരാക്കി. മറ്റു 4 കൊലപാതക കേസിലും അഫാനെ ഉടൻ വെഞ്ഞാറമൂട് പോലീസ് കസ്റ്റഡിയിൽ വാങ്ങും. പെൺസുഹൃത്തും സഹോദരനും ഒറ്റപ്പെടുമെന്ന ഭയത്താൽ അവരെ കൂടി അഫാൻ കൊലപ്പെടുത്തിയെന്നായിരുന്നു ഇതുവരെ പ്രചരിച്ച കഥകൾ. എന്നാൽ അത് സ്നേഹമല്ല, പകയാണ്. വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതകത്തിലേക്ക് നയിച്ചത് കൊടും പകയാണ്. ഷെഫീദ് റൌത്തർ, 24 തിരുവനന്തപുരം. ഇടുക്കി നെടുങ്കണ്ടത്ത് അസം സ്വദേശിനി ബലാത്സംഗത്തിനിരയായി. അസം സ്വദേശി സദ്ദാമാണ് ബലാത്സംഗം ചെയ്തത്. സദ്ദാമിന്റെ സുഹൃത്തുക്കളായ 3 പേർ യുവതിയെ ശാരീരികമായി ഉപദ്രവിച്ചു. അജിമുദ്ദീൻ, ഖൈറുൽ ഇസ്ലാം, മുഖീർ റഹ്മാൻ എന്നിവരാണ് ഉപദ്രവിച്ചത്. ഇന്നലെ രാത്രിയിലാണ് സംഭവം. യുവതിയും ഭർത്താവും എത്തി നെടുങ്കണ്ടം പോലീസിൽ പരാതി നൽകുകയായിരുന്നു. 4 പേരെയും നെടുങ്കണ്ടം പോലീസ് അറസ്റ്റ് ചെയ്തു. കർണാടകയിലെ ഹംപിയിൽ വിദേശവനിത ഉൾപ്പെടെ 2 സ്ത്രീകളെ കൂട്ട ബലാത്സംഗത്തിനിരയാക്കി. വിദേശി അടക്കം ഒപ്പമുണ്ടായിരുന്ന പുരുഷ സഞ്ചാരികളെ കനാലിലേക്ക് തള്ളിയിട്ടാണ് സ്ത്രീകളെ ആക്രമിച്ചത്. വെള്ളത്തിൽ മുങ്ങിപ്പോയ ഒഡീഷ സ്വദേശിയുടെ മൃതദേഹം ഇന്ന് കണ്ടെത്തി. കേസിൽ 2 പേരെ അറസ്റ്റ് ചെയ്തു. കർണാടക സ്വദേശിനിയുടെ ഹോം സ്റ്റേയിൽ താമസത്തിനെത്തിയ 4 അംഗ സംഘമാണ് അതിക്രൂരാക്രമണത്തിനിരയായത്. അമേരിക്കൻ പൗരനും 27 വയസ്സുള്ള ഇസ്രയേലി യുവതിയും മഹാരാഷ്ട്ര, ഒഡീഷ എന്നിവിടങ്ങളിൽ നിന്നുള്ള ഓരോരുത്തരുമാണ് താമസത്തിനെത്തിയത്. പ്രശസ്തമായ സോനാർ തടാകത്തിനു സമീപം രാത്രി വാനനിരീക്ഷണത്തിന് പോയതായിരുന്നു സംഘം. പെട്രോൾ പമ്പ് ചോദിച്ചെത്തിയ 3 പേരാണ് ആക്രമണം നടത്തിയത്. പമ്പിനെക്കുറിച്ച് അറിയില്ലെന്ന് പറഞ്ഞതോടെ സഞ്ചാരികളോട് ആക്രമികൾ പണം ആവശ്യപ്പെട്ടു. എതിർത്തതോടെ പുരുഷന്മാരെ ആക്രമിച്ച് കനാലിലേക്ക് തള്ളിയിട്ടു. പിന്നാലെ ഇസ്രയേലി യുവതിയെയും ഹോം സ്റ്റേ നടത്തിപ്പുകാരിയെയും മർദ്ദിച്ച് കൂട്ട ബലാത്സംഗത്തിനിരയാക്കി. വെള്ളത്തിൽ വീണ അമേരിക്കൻ പൗരനും മഹാരാഷ്ട്ര സ്വദേശിയും നീന്തി കരയ്ക്കെത്തി. ഒഡീഷ സ്വദേശിയെ കാണാതായി. പിന്നാലെ പോലീസിൽ വിവരമറിയിച്ചു. അവശരായ സ്ത്രീകളെ സർക്കാർ ആശുപത്രിയിലേക്ക് മാറ്റി. പുഴയിൽ വീണ യുവാവിനായി രാത്രി മുഴുവൻ തിരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താനായില്ല. രാവിലെ മൃതദേഹം കരക്കടിഞ്ഞു. ബലാത്സംഗം പരിശോധനയിലൂടെ സ്ഥിരീകരിച്ചു. പ്രദേശവാസികളായ സായി മല്ലു, ചേതൻ സായി എന്നിവരാണ് പ്രതികൾ. 3ാമൻ ഒളിവിലാണ്. 6 സംഘങ്ങളായി തിരിഞ്ഞാണ് ഗംഗാവതി പോലീസ് അന്വേഷണം നടത്തുന്നത്. 24 ബംഗളൂരു. വനിതാ ദിനത്തിലും സർക്കാരിനെതിരെ സമരം ശക്തമാക്കിയ ആശാ വർക്കേഴ്സ്. വിവിധ മേഖലയിലെ പ്രമുഖ വനിതകളെ ഉൾപ്പെടുത്തി സെക്രട്ടേറിയറ്റിന് മുന്നിൽ വനിതാ സംഗമം നടത്തി. ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ പരാമർശത്തിനെതിരെ വിമർശനവുമായി സമരക്കാർ രംഗത്തെത്തി. 27 ദിവസമായി സെക്രട്ടേറിയറ്റിന് മുന്നിൽ തുടരുന്ന സമരവേദിയിൽ മഹാവനിതാ സംഗമം. സംവിധായിക പരോമിത വോറ വനിതാ സംഗമം ഉദ്ഘാടനം ചെയ്തു. സ്ത്രീകളുടെ നേതൃത്വത്തിൽ നടക്കുന്ന സമരങ്ങളെ അധികാരികൾ അടിച്ചമർത്തുന്നുവെന്ന് വനിതാ ദിനത്തിലും വിമർശനം. യഥാർത്ഥ സമരക്കാരുമായി ചർച്ച നടത്താമെന്ന ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ പ്രസ്താവനയ്ക്കെതിരെയും പ്രതിഷേധമുയർന്നു. ഇത് യഥാർത്ഥ ആശമാരല്ല എന്നാണ് മന്ത്രി പറയുന്നത്. പക്ഷേ മന്ത്രി ഇവിടെ ഒന്നൊന്നും നോക്കുന്നില്ലല്ലോ. നോക്കാതെയാണ് അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞു. സമരക്കാരുടെ ആവശ്യങ്ങൾ പരിശോധിക്കുമെന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രി JP നഡ്ഡ വ്യക്തമാക്കി. കൊടിക്കുന്നിൽ സുരേഷ് MP അയച്ച കത്തിനായിരുന്നു മറുപടി. ആശാവർക്കർമാരുടെ സമരവുമായി ബന്ധപ്പെട്ട് നൽകിയ കത്ത് അടിയന്തരമായി പരിശോധിച്ച് ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്നുള്ള ഉറപ്പാണ് മന്ത്രിയുടെ കത്തിൽ നിന്ന് അത് പ്രാഥമികമായി ലഭിച്ചിരിക്കുന്നത്. 27 ദിവസമായി സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടത്തുന്ന ഈ സമരത്തെ സംബന്ധിച്ച് അടിയന്തര പ്രമേയം ലോക്സഭയിലും രാജ്യസഭയിലും കൊണ്ടുവരും. ഈ സമരം ഒത്തുതീർപ്പാക്കാൻ സംസ്ഥാന ഗവൺമെന്റ് കാണിക്കുന്ന കുറ്റകരമായ അനാസ്ഥ ലോക്സഭയിലും രാജ്യസഭയിലും ഞങ്ങൾ ഉന്നയിക്കും. അതേസമയം വിഷയം പാർലമെന്റ് സമ്മേളനത്തിൽ ഉന്നയിക്കാനാണ് പ്രതിപക്ഷ MP മാരുടെ നീക്കം. 24 തിരുവനന്തപുരം.
റിയാദ് ജയിലിൽ കഴിയുന്ന കോഴിക്കോട് ഫറൂഖ് സ്വദേശി അബ്ദുൾ റഹീമിന്റെ മോചനത്തിനായി കേന്ദ്ര സർക്കാരിന്റെ സഹായം തേടി റഹീം നിയമസഹായ സമിതി. സൗദി കോടതിയിലെ മോചന നടപടികൾ അനിശ്ചിതമായി നീണ്ടുപോകുന്ന സാഹചര്യത്തിലാണ് നീക്കം. അഡ്വക്കേറ്റ് ഹാരിസ് ബീരാൻ എംപിയെ നേരിൽ കണ്ടാണ് സമിതി അംഗങ്ങൾ കാര്യങ്ങൾ അറിയിച്ചത്. പ്രധാനമന്ത്രി, വിദേശകാര്യമന്ത്രി, ഇന്ത്യയിലെ സൗദി അംബാസഡർ എന്നിവരുടെ ഇടപെടൽ തേടി മുഴുവൻ എംപിമാരും ഒരുമിച്ച് വേണ്ടത് ചെയ്യാമെന്ന് ഹാരിസ് ബീരാൻ ഉറപ്പു നൽകിയെന്ന് സഹായ സമിതി വ്യക്തമാക്കി. മാർച്ച് 18-നാണ് കേസ് ഇനി സൗദി കോടതി പരിഗണിക്കുക. മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസ പട്ടികയെ ചൊല്ലി വിവാദം തുടരുന്നു. അപാകതകൾ നിറഞ്ഞ പട്ടികയുടെ പേരിൽ പരസ്പരം പഴിചാരുകയാണ് റവന്യൂ വകുപ്പും UDF ഭരിക്കുന്ന ജില്ലാ പഞ്ചായത്തും. കരട് പട്ടിക തയ്യാറാക്കുന്നതിന്റെ ഉത്തരവാദിത്വം ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിക്കാണെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ പ്രതികരിച്ചു. പുനരധിവാസവുമായി ബന്ധപ്പെട്ട് 3 കരട് പട്ടികയാണ് ഇതിനകം തയ്യാറാക്കിയത്. അർഹരായവർ പലരും പട്ടികയിൽ ഇടം നേടിയിട്ടില്ലെന്നാണ് ഉയർന്ന ആക്ഷേപം. അപാകതകൾ നിറഞ്ഞ പട്ടിക തയ്യാറാക്കിയതിന്റെ ഉത്തരവാദിത്വം ആർക്കെന്നതിലാണ് തർക്കം മുറുകുന്നത്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഉപാധ്യക്ഷനായ ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ അധികാരമാണ് ഇപ്പോഴെന്നും സർക്കാർ ഇടപെടേണ്ട ഘട്ടമായിട്ടില്ലെന്നും റവന്യൂ മന്ത്രി കെ രാജൻ. അനാവശ്യമായ ആശങ്കകൾ വേണ്ട, ജനങ്ങൾക്ക് ആശങ്കയുണ്ടാകും. ഒരാളെയും ആ മണ്ണിൽ ഒറ്റപ്പെട്ടവരായി, വീടില്ലാത്തവരായി, ഈ ദുരന്തത്തിൽപ്പെട്ട ഒരാളെയും സർക്കാർ ഒറ്റപ്പെടുത്തില്ല. അവർക്കെല്ലാ സംവിധാനവും. പട്ടികയിൽ ജില്ലാ പഞ്ചായത്തിനെ കുറ്റപ്പെടുത്തി CPI വയനാട് ജില്ലാ സെക്രട്ടറിയും രംഗത്തെത്തിയിരുന്നു. അപാകത നിറഞ്ഞ ലിസ്റ്റിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർക്കെന്ന CPI ജില്ലാ സെക്രട്ടറി EJ ബാബു. നാളിതുവരെയായിട്ട് ഒരു പരിഹരിക്കപ്പെടാൻ പറ്റാത്ത വിധത്തിൽ ഈ ലിസ്റ്റ് ഉണ്ടാക്കിയതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ള ആളുകൾക്കാണ്. എന്നാൽ കാര്യങ്ങൾ അറിയാതെയാണ് CPI ജില്ലാ സെക്രട്ടറിയുടെ പ്രതികരണമെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സംഷാദ് മരക്കാർ. GPI ജില്ലാ സെക്രട്ടറി പറഞ്ഞ പടവട്ടിക്കുന്ന് എന്തുകൊണ്ടാണ് ഇതിനകത്ത് ഉൾപ്പെടാത്തത് എന്ന് അദ്ദേഹത്തിന് ഇതുവരെ മനസ്സിലായില്ല. അത് ഉൾപ്പെടാത്തത് സർക്കാരിൻ്റെ ഉത്തരവാണ്. റെഡ് സോണിൽ നിന്നും 50 മീറ്റർ ചുറ്റളവിലുള്ളവരെ മാത്രം ഉൾപ്പെടുത്തിയാൽ മതി. 50 മീറ്ററിന് പുറത്താണ് പടവട്ടിക്കുന്നുകാർ. അവരെ ഉൾപ്പെടുത്തണമെങ്കിൽ ഈ ഉത്തരവ് ഭേദഗതി വരുത്തണം. അത് തന്നെയാണ് ഞങ്ങളും ആവശ്യപ്പെടുന്നത്. പക്ഷേ ആ ഉത്തരവ് ഭേദഗതി വരുത്തേണ്ടത് സർക്കാരാണ്. റവന്യൂ മന്ത്രി ഈ 13-ന് ജില്ലയിൽ എത്തുന്നതായാണ് വിവരം. പട്ടികയിലെ കല്ലുകടി തുടരുന്ന സാഹചര്യത്തിൽ പുനരധിവാസ നടപടികൾ ഇഴയുമോ എന്നാണ് ദുരന്തബാധിതരുടെ ആശങ്ക. 24 വയനാട്. കോഴിക്കോട് താമരശ്ശേരിയിൽ 10ാം ക്ലാസ്സുകാരനായ മുഹമ്മദ് ഷഹബാസിന്റെ കൊലപാതകത്തിൽ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി കോഴിക്കോട് റൂറൽ SPക്ക് റിപ്പോർട്ട് നൽകി. ഷഹബാസ് കൊല്ലപ്പെടുന്നതിന് മുൻപും വിദ്യാർത്ഥി സംഘടനകൾ ഉണ്ടായെങ്കിലും ചൈൽഡ് പ്രൊട്ടക്ഷൻ കമ്മിറ്റി ഇടപെട്ടില്ലെന്ന് CWC റിപ്പോർട്ടിൽ പറയുന്നു. താമരശ്ശേരി എളേറ്റിൽ MJ ഹയർ സെക്കൻഡറി സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥി മുഹമ്മദ് ഷഹബാസ് കൊല്ലപ്പെട്ട സംഭവത്തിലാണ് ജില്ലാ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി റിപ്പോർട്ട് സമർപ്പിച്ചത്. താമരശ്ശേരി ചൈൽഡ് പ്രൊട്ടക്ഷൻ കമ്മിറ്റിക്ക് ഗുരുതര വീഴ്ച സംഭവിച്ചതായി റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നു. താമരശ്ശേരിയിൽ വിദ്യാർത്ഥികൾ തമ്മിൽ പലതവണ സംഘർഷമുണ്ടായിട്ടുണ്ട്. എന്നാൽ ചൈൽഡ് പ്രൊട്ടക്ഷൻ കമ്മിറ്റി ഇടപെട്ടില്ല. ഇതാണ് കൊലപാതകം വരെ എത്തിച്ചത് എന്നും റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നു. സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ ഈ മാസം 11-ന് ജില്ലാ ചൈൽഡ് പ്രൊട്ടക്ഷൻ കമ്മിറ്റിയുടെ യോഗം ചേരും. ജില്ലാ കളക്ടറുടെ അധ്യക്ഷതയിൽ ചേരുന്ന യോഗത്തിൽ താമരശ്ശേരി വിഷയം പ്രധാനമായും ചർച്ച ചെയ്യും. നിശ്ചിത സമയങ്ങളിൽ ചൈൽഡ് പ്രൊട്ടക്ഷൻ കമ്മിറ്റി യോഗം ചേരണം എന്ന നിർദ്ദേശം പല തദ്ദേശ സ്ഥാപനങ്ങളും പാലിക്കുന്നില്ല എന്നും റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നു. ഷഹബാസിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് പിടിയിലായ 6 വിദ്യാർത്ഥികൾ വെള്ളിമാടുകുന്ന് ജുവനിൽ ഹോമിലാണ്. 24 കോഴിക്കോട്. ഇപ്പോൾ വരുന്ന ഒരു വാർത്തയിലേക്ക് വരുന്ന പ്രീമിയർ ലീഗിൽ നിലവിലെ ചാമ്പ്യന്മാരായ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ക്വാളിഫയർ കാണാതെ പുറത്ത്. നിർണായക മത്സരത്തിൽ UP വാരിയേഴ്സിനോട് തോറ്റു. RCBയുടെ തുടർച്ചയായ 5ാം തോൽവിയാണിത്. ഇതോടെ മുംബൈ ഇന്ത്യൻസ് ക്വാളിഫയർ ഉറപ്പിച്ചു. അനിൽ വാസുദേവ് ഉണ്ട് സ്പോർട്സ് ഡെസ്കിൽ നിന്ന് വിശദാംശങ്ങളുമായി. അനിൽ, ചാമ്പ്യന്മാർ ഇത്തവണ ആദ്യമേ പുറത്താകുന്നു. എങ്ങനെ വിലയിരുത്താം ഇന്നത്തെ മത്സരത്തെ, ഒപ്പം ഇതുവരെയുള്ള RCBയുടെയും മോശം പ്രകടനം? ഗൂഗിൾ RCBയുടെ ഈ പുറത്താക്കൽ അങ്ങേയറ്റം അവിശ്വസനീയം എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാരണം ഈ സീസണിൽ അത്യുജ്വലമായിട്ടാണ് തുടങ്ങിയത്. ആദ്യ 2 മത്സരത്തിൽ അത്ര ഗംഭീരമായി തുടങ്ങിയ ടീമിന് പിന്നീട് എന്ത് സംഭവിച്ചു എന്ന് അവരുടെ ആരാധകർക്ക് പോലും വിശ്വസിക്കാത്ത തരത്തിലായിരുന്നു താരങ്ങൾ. തുടർച്ചയായ 5 മത്സരങ്ങളിൽ തോറ്റു. ഇന്നൊരു നിർണായക മത്സരമായിരുന്നു. ഇന്ന് അവർക്ക് ജയിച്ചേ തീരൂ എന്ന അവസ്ഥയാണ് ഉണ്ടായിരുന്നത് UP വാരിയേഴ്സിനെതിരെ. പക്ഷേ 12 റൺസിന് തോറ്റതോടുകൂടി അവരുടെ അവസ്ഥ അങ്ങേയറ്റം മോശമാവുകയും അങ്ങനെ പുറത്താവുകയും ചെയ്തു. വെറും 4 പോയിന്റ് മാത്രമാണ് 7 മത്സരങ്ങളിൽ നിന്നുള്ളത്. ഇനി ഒരു മത്സരത്തിൽ അവർക്ക് ജയിച്ചാലും പരമാവധി 6 പോയിന്റിലെത്താനേ സാധിക്കുള്ളൂ. അതും മുംബൈ ഇന്ത്യൻസിനെതിരെയാണ് അവർക്ക് മത്സരമുള്ളത്. അതും മുംബൈ ഇന്ത്യൻസ് ഏറ്റവും ശക്തമായി കളിക്കുന്ന സമയത്ത് അവർക്കതൊരു ജയം പോസിബിൾ പോലുമല്ല. ഇതോടുകൂടി RCB പുറത്തായതോടുകൂടി മുംബൈ ഇന്ത്യൻസും ഗുജറാത്ത് ജയൻസ് കൂടി ക്വാളിഫയറിലേക്ക് മുന്നേറി. നേരത്തെ തന്നെ ഡൽഹി ക്യാപിറ്റൽസ് ക്വാളിഫയർ ഉറപ്പിച്ചിരുന്നു. അതോടുകൂടി ഇനി 2 മത്സരങ്ങൾ കൂടി മാത്രമാണ് അവശേഷിക്കുന്നത്.
ചെയ്തിരിക്കുന്നത്. അപ്പോൾ ക്വാളിഫയറിൽ ആരൊക്കെ എന്നുള്ളത് ഉറപ്പായി കഴിഞ്ഞു. ഇനി നേരിട്ട് ഫൈനലിലേക്ക് കയറാൻ ഡൽഹിക്കാകുമോ അതോ മുംബൈയോ ഗുജറാത്തോ ഈ അവസരം തട്ടിയെടുക്കുമോ എന്ന് മാത്രമാണ് ഇനി അറിയാനുള്ളത്. എന്തായാലും നിലവിലെ ചാമ്പ്യന്മാർ അതിദയനീയമായി തോറ്റ് പുറത്താവുന്ന കാഴ്ചയാണ് WPL കാണുന്നത്. ശരി, ഏതായാലും RCB വനിതാ പ്രീമിയർ ലീഗിൽ നിന്ന് പുറത്താകുന്നു. അനിൽ വാസുദേവാണ് വിശദാംശങ്ങൾ നൽകി. ICC ചാമ്പ്യൻസ് ട്രോഫി ഫൈനലിൽ കിരീടം ലക്ഷ്യമിട്ട് നാളെ ടീം ഇന്ത്യ ഇറങ്ങും. നാളെ ഉച്ചതിരിഞ്ഞ് 2:30 ദുബൈയിൽ നടക്കുന്ന ഫൈനലിൽ ന്യൂസിലാൻഡാണ് എതിരാളികൾ. ഇരു ടീമുകളും അവസാനവട്ട പരിശീലനം നടത്തി. ഒരുക്കങ്ങളെല്ലാം പൂർണ്ണം. ഇനി ചാമ്പ്യൻ ടീമുകളിലെ ചാമ്പ്യന്മാർ ആരെന്നറിയാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി. 3 തവണ ചാമ്പ്യൻസ് ട്രോഫി നേടുന്ന ആദ്യ ടീമെന്ന റെക്കോർഡിനൊപ്പം ടീം ഇന്ത്യ ലക്ഷ്യം വെക്കുന്നത് 2000-ലെ നോക്കൌട്ട് കപ്പിലെ തോൽവിക്ക് ന്യൂസിലാൻഡിനോട് കണക്കും കലിപ്പും തീർക്കൽ. ICC ലിമിറ്റഡ് ഓവർ ടൂർണമെന്റുകളിലെ 2ാം കിരീടത്തിലാണ് കിവികളുടെ കണ്ണ്. ടൂർണമെന്റിൽ 4-ൽ 4 മത്സരങ്ങളും ജയിച്ച ഒരേ ഒരു സംഘമാണ് രോഹിത് ശർമ്മയുടെ ടീം ഇന്ത്യ. തോൽപ്പിച്ചവരുടെ കൂട്ടത്തിൽ ന്യൂസിലാൻഡുമുണ്ട്. ഗ്രൂപ്പ് റൗണ്ടിൽ 44 റൺസിനായിരുന്നു നീലപ്പടയുടെ ജയം. ആ മികവ് ഫൈനലിലും ആവർത്തിക്കാനായാൽ 2020 ലോകകപ്പിന് പിന്നാലെ ചാമ്പ്യൻസ് ട്രോഫിയും BCCIയുടെ ഷെൽഫിലെത്തും. ഇന്ത്യയോട് തോറ്റെങ്കിലും സെമിയിൽ ദക്ഷിണാഫ്രിക്കയെ തകർത്ത് ആത്മവിശ്വാസം വീണ്ടെടുത്താണ് ന്യൂസിലാൻഡിന്റെ വരവ്. ഇന്ത്യക്കെതിരെ കളിച്ച 2 ICC ഫൈനലുകളിലും ജയിച്ചെന്ന കരുത്തുറ്റ റെക്കോർഡും കിവികൾക്ക് കരുത്താവുന്നു. അതേസമയം മത്സരം നടക്കുന്ന ദുബായിൽ ഏകദിന മത്സരങ്ങളിലെ അപരാജിത റെക്കോർഡും രോഹിത് ശർമ്മ ക്യാപ്റ്റനായതിനു ശേഷം ICC ടൂർണമെന്റുകളിൽ കിവികളോട് തോറ്റിട്ടില്ലെന്ന മികവിലും ഇന്ത്യ പ്രതീക്ഷ വയ്ക്കുന്നു. ഗ്രൂപ്പ് റൗണ്ടിൽ ഇന്ത്യ പാകിസ്ഥാൻ മത്സരത്തിന് ഉപയോഗിച്ച പിച്ചാണ് ഫൈനലിലും. 280 റൺസെങ്കിലും അടിച്ചാൽ മാത്രമാണ് ആദ്യം ബാറ്റ് ചെയ്യുന്നവർക്ക് ഇവിടെ മുൻതൂക്കം നേടാനാവൂ. അതിനാൽ ടോസ് നിർണായകമാവും. ഫൈനലിൽ തുല്യശക്തികൾ മുഖാമുഖമെത്തുന്നതിനാൽ കാണികളും ആകാംക്ഷയിലാണ്. തകർപ്പൻ മത്സരം കാണാമെന്ന പ്രതീക്ഷയിൽ. സ്പോർട്സ് ഡെസ്ക് 24. ഡോക്ടർ APJ അബ്ദുൽ കലാം സ്റ്റഡി സെന്റർ മാധ്യമ പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു. മാധ്യമ മേഖലയിലെ മികവാർന്ന പ്രവർത്തനങ്ങൾക്കുള്ള പുരസ്കാരം 24 അസോസിയേറ്റ് ന്യൂസ് എഡിറ്റർ സ്മിത ഹരിദാസ് ഏറ്റുവാങ്ങി. വനിതാ ദിനത്തിൽ നടന്ന ചടങ്ങിൽ മന്ത്രി ജെ ചിഞ്ചുറാണി പുരസ്കാരം വിതരണം ചെയ്തു. 24 കണക്ട് കണ്ണൂർ ജില്ലാ കോർഡിനേറ്റർ ഷൈബി രതീഷും മന്ത്രിയിൽ നിന്ന് പുരസ്കാരം ഏറ്റുവാങ്ങി. തിരികെ വാർത്തകളിലേക്ക്. സമാധാനം പുനഃസ്ഥാപിക്കാനുള്ള ശ്രമങ്ങൾക്കിടെ മണിപ്പൂരിൽ വീണ്ടും സംഘർഷം. സുരക്ഷാസേനയും കുക്കി വിഭാഗവും തമ്മിലുണ്ടായ ഏറ്റുമുട്ടലിൽ ഒരാൾ മരിച്ചു. 27 പേർക്ക് പരിക്കേറ്റതായും റിപ്പോർട്ട്. ബസ് സർവീസുകൾ പുനരാരംഭിച്ചതിനെതിരെ ഉയർന്ന പ്രതിഷേധമാണ് സംഘർഷത്തിലേക്കെത്തിയത്. രാഷ്ട്രപതി ഭരണം തുടരുന്ന മണിപ്പൂരിൽ എല്ലാ റോഡുകളിലും സഞ്ചാര സ്വാതന്ത്ര്യം ഉറപ്പാക്കണമെന്ന് കേന്ദ്രം നിർദ്ദേശം നൽകിയിരുന്നു. പിന്നാലെയാണ് ഇംഫാൽ എയർപോർട്ടിൽ നിന്ന് കുക്കി ആധിപത്യ മേഖലയായ ചുരാചന്ദ്പൂരിലേക്കും കാങ്പോക്പിയിലേക്കും ബസ് സർവീസുകൾ ആരംഭിച്ചത്. സുരക്ഷാ സേനയുടെ അകമ്പടിയോടെയായിരുന്നു സർവീസുകൾ. കാങ്പോക്പിയിലെ സേനാപതിയിലേക്ക് പോവുകയായിരുന്ന ബസ് പ്രതിഷേധക്കാർ തടഞ്ഞു. ബസ്സിന് നേരെ കല്ലേറുണ്ടായി. പ്രതിഷേധക്കാരും പോലീസും തമ്മിൽ സംഘർഷം. പ്രതിഷേധക്കാർക്ക് നേരെ പോലീസ് കണ്ണീർവാതകം പ്രയോഗിച്ചു. സുരക്ഷാ സേനയുമായുള്ള ഏറ്റുമുട്ടലിൽ പ്രതിഷേധക്കാരിൽ ഒരാൾ കൊല്ലപ്പെട്ടു. 27 പേർക്ക് പരിക്കേറ്റതായും റിപ്പോർട്ടുകളുണ്ട്. അക്രമകാരികൾ ഒരു വാഹനത്തിൽ തീയിട്ടു. പ്രതിഷേധത്തെ തുടർന്ന് മേഖലയിൽ സുരക്ഷ ശക്തമാക്കി. ബുധനാഴ്ച മുതൽ ഹെലികോപ്റ്റർ സർവീസുകൾ പുനരാരംഭിക്കാനാണ് തീരുമാനം. മണിപ്പൂർ പോലീസും അസം റൈഫിൾസും സംയുക്തമായി നടത്തിയ പരിശോധനയിൽ മ്യാൻമാർ അതിർത്തിയിലെ 3 ബങ്കറുകൾ തകർത്തു. ബയോഫെങ് റേഡിയോ സെറ്റുകൾ, ഇലക്ട്രിക് ഡിറ്റണേറ്റർ, തോക്കുകൾ എന്നിവ കണ്ടെത്തി. 24 ഡൽഹി. ഡൽഹി ജാമിയ മില്ലിയ ഇസ്ലാമിയ സർവകലാശാല പ്രവേശന പരീക്ഷയ്ക്കുള്ള കേന്ദ്രമായി കോഴിക്കോട് ഉൾപ്പെടുത്തി. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ ഏക കേന്ദ്രമായിരുന്ന തിരുവനന്തപുരത്തെ ഒഴിവാക്കിയതിനെ തുടർന്ന് കടുത്ത പ്രതിഷേധം ഉയർന്നിരുന്നു. കേരളത്തിൽ നിന്നുള്ള MPമാർ ഉൾപ്പെടെ ഇടപെട്ട സാഹചര്യത്തിലാണ് കോഴിക്കോട് പരീക്ഷാ കേന്ദ്രമാക്കാനുള്ള തീരുമാനം. കേന്ദ്ര സർവകലാശാലയായ ജാമിയ മില്ലിയ ഇസ്ലാമിയയിൽ പ്രവേശനം നേടുന്നതിനായി കഴിഞ്ഞ വർഷം 2000-ലധികം വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതിയ തിരുവനന്തപുരം കേന്ദ്രത്തെ ഇത്തവണ ഒഴിവാക്കിയതിനെതിരെ കടുത്ത പ്രതിഷേധം ഉയർന്നിരുന്നു. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളെ പാടെ തഴഞ്ഞ് ഡൽഹി, ലക്നൌ, ഗുവാഹത്തി, പട്ന, കൊൽക്കത്ത, ശ്രീനഗർ, ഭോപ്പാൽ, മാലേഗാവ് എന്നീ 8 കേന്ദ്രങ്ങളാണ് ഇത്തവണ സർവകലാശാല ആദ്യം ഇറക്കിയ പ്രോസ്പെക്ടസിൽ ഉൾപ്പെടുത്തിയത്. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പാവപ്പെട്ട വിദ്യാർത്ഥികളെ അതീവ ഗുരുതരമായി ബാധിക്കുന്ന ഈ നടപടിക്കെതിരെ MPമാരായ ശശി തരൂർ, ഹാരിസ് ബീരാൻ തുടങ്ങിയവർ രംഗത്തുവന്നു. കൂടിക്കാഴ്ചയ്ക്ക് സമയം തേടി ഹാരിസ് ബീരാൻ സർവകലാശാല വൈസ് ചാൻസലർ പ്രൊഫസർ മസർ അസീഫിന് കത്തയച്ചു.
ഇതിന് പിന്നാലെയാണ് കോഴിക്കോടിനെ പരീക്ഷാ കേന്ദ്രമായി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പുതിയ പട്ടിക സർവകലാശാല പുറത്തിറക്കിയത്. അതേസമയം കോമൺ എൻട്രൻസിൽ നിന്നും മലയാളി വിദ്യാർത്ഥികൾ കൂടുതലായി തെരഞ്ഞെടുക്കാറുള്ള BA എക്കണോമിക്സ്, BSc ഫിസിക്സ്, BSc കെമിസ്ട്രി തുടങ്ങിയ കോഴ്സുകളെ ഒഴിവാക്കിയ സർവകലാശാലയുടെ നടപടിക്കെതിരെയും വിമർശനം ഉയർന്നിട്ടുണ്ട്. ദക്ഷിണേന്ത്യൻ വിദ്യാർത്ഥികൾ കൂടുതലായി പ്രവേശനം നേടുന്നത് തടയാൻ ലക്ഷ്യമിട്ടുള്ള ബോധപൂർവമായ നീക്കമാണ് ഇതെന്നാണ് ആരോപണം. ബൽറാം നെടുങ്ങാടി, 24, ഡൽഹി. MDMA ഇടനിലക്കാരനെ ബംഗളൂരുവിൽ പോയി പിടികൂടി കേരള പോലീസ്. ആലപ്പുഴ മാവേലിക്കര ചാരമൂട് സ്വദേശി സഞ്ജു ആർ പിള്ളയാണ് അറസ്റ്റിലായത്. പാലക്കാട് നോർത്ത് പോലീസാണ് ബംഗളൂരു ഇലക്ട്രോണിക് സിറ്റിയിൽ നിന്ന് സഞ്ജു ആർ പിള്ളയെ പിടികൂടിയത്. കഴിഞ്ഞ വർഷം പാലക്കാട് നിന്ന് 31 ഗ്രാം MDMA-യുമായി പിടികൂടിയ യുവാവിന്റെ അക്കൗണ്ടിലൂടെയുള്ള പണമിടപാടുകളാണ് പ്രതിയെ കുടുക്കിയത്. ബംഗളൂരുവിലും കൊല്ലത്തും ലഹരിക്കടത്തിന് സഞ്ജു ആർ പിള്ളയ്ക്കെതിരെ കേസുണ്ടെന്നും പോലീസ് കണ്ടെത്തി. യുവാക്കളെ ലഹരിയിലേക്ക് ആകർഷിച്ച് പിന്നീട് MDMA കടത്തുക എന്ന രീതിയാണ് സഞ്ജു സ്വീകരിച്ചിരിക്കുന്നത് എന്നാണ് പോലീസിന് ലഭിച്ച വിവരം. 1 വർഷം നീണ്ട കാത്തിരിപ്പിനൊടുവിലാണ് പോലീസ് അന്വേഷണം പരിസമാപ്തിയിലെത്തിയത്. ഇയാളിൽ നിന്ന് നിലവിൽ ലഹരിയൊന്നും കണ്ടെത്തിയിട്ടില്ല. പക്ഷേ ഇയാളുടെ അക്കൗണ്ട് വിവരങ്ങളിൽ കൂടുതൽ MDMA ഇടനിലക്കാർ ഉണ്ടെന്നാണ് പോലീസ് പറയുന്നത്. സഞ്ജുവിനെ കോടതിയിൽ ഹാജരാക്കിയ ശേഷം റിമാൻഡ് ചെയ്തു. 24 പാലക്കാട്. പാലക്കാട് വൻ കഞ്ചാവ് വേട്ട. 47 കിലോ കഞ്ചാവുമായി 2 പശ്ചിമബംഗാൾ സ്വദേശികൾ പിടിയിലായി. ഒലവക്കോട് റെയിൽവേ സ്റ്റേഷൻ പ്ലാറ്റ്ഫോമിൽ നിന്നാണ് കഞ്ചാവ് പിടികൂടിയത്. എക്സൈസും പോലീസും RPF-ഉം നടത്തിയ സംയുക്ത പരിശോധനയിലാണ് കഞ്ചാവ് കണ്ടെടുത്തത്. കണ്ണൂരിലേക്ക് പോകാനാണ് പശ്ചിമ ബംഗാളിൽ നിന്ന് ഷാജിറും ലൗലിയും എത്തിയത്. ട്രോളി ബാഗുകളിൽ ഒളിപ്പിച്ച നിലയിലായിരുന്നു കഞ്ചാവ്. പരിശോധനയിൽ 47 കിലോ കഞ്ചാവ് കണ്ടെടുത്തു. പാലക്കാട് ഇറങ്ങി കണ്ണൂരിലേക്ക് പോകാനുള്ള ഉദ്ദേശത്തിലായിരുന്നു ഇവര്. ഇതിനു മുമ്പും കൊണ്ടുവന്നിട്ടുണ്ട് എന്നാണ് അന്വേഷണത്തിൽ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ നടക്കുന്ന ഈ മയക്കുമരുന്നിനെതിരായിട്ടുള്ള തീവ്രമായിട്ടുള്ള പരിശോധന കർശനമാക്കിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് നടന്ന പരിശോധനയിൽ ഇത്ര വലിയ തോതിലുള്ള കഞ്ചാവ് പിടികൂടാൻ സാധിച്ചത്. ഷാജർ വർഷങ്ങളായി കണ്ണൂരിലാണ് താമസമെന്ന പോലീസിന് വിവരം ലഭിച്ചു. ഇയാൾ ഇതിനു മുൻപും പശ്ചിമ ബംഗാളിൽ നിന്ന് കഞ്ചാവ് എത്തിച്ചിട്ടുണ്ടെന്നാണ് വിവരം. ലൗലി ഇയാളുടെ സുഹൃത്താണെന്നാണ് മൊഴി നൽകിയിരിക്കുന്നത്. പ്രതികളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. 24 പാലക്കാട്. ലഹരിക്കെതിരെ സന്ധിയില്ലാത്ത പോരാട്ടത്തിനിറങ്ങി മലപ്പുറം ഒതുക്കുങ്ങൽ പഞ്ചായത്ത്. ലഹരി വസ്തുക്കളുടെ വിൽപ്പനയെക്കുറിച്ച് തെളിവ് സഹിതം വിവരം കൈമാറുന്നവർക്ക് 10,000 രൂപയാണ് പാരിതോഷികം. ലഹരി വിൽപ്പന നടക്കുന്നു എന്നതിനെക്കുറിച്ച് കൃത്യമായ തെളിവുണ്ടോ? ഒതുക്കുങ്ങൽ പഞ്ചായത്തിൽപ്പെട്ട ആളാണോ? നേരെ പഞ്ചായത്ത് ഓഫീസിലേക്ക് പോര്. 10,000 രൂപ പാരിതോഷികം വാങ്ങാം. ഭരണസമിതി ചേർന്നാണ് ഇത്തരമൊരു തീരുമാനമെടുത്തിരിക്കുന്നത്. നാട് ഇന്ന് പോയിക്കൊണ്ടിരിക്കുന്ന ഈ ദുരവസ്ഥയെക്കുറിച്ച് ഗൗരവമായി ചിന്തിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഭരണസമിതി ഈ ഒരു തീരുമാനമെടുക്കാനുണ്ടായ കാരണം. ഇത് അനുവദിച്ചുകൂടാ. ഇത് അടുത്തുള്ള പഞ്ചായത്തിൻ്റെ പരിസരത്തു നിന്ന് പോലും ഉള്ള കോട്ടേഴ്സുകൾ പോലും ഇത് പിടികൂടിയപ്പോൾ നമ്മളിനി അടങ്ങിയിരുന്നിട്ട് കാര്യമില്ല എന്ന് മനസ്സിലായതുകൊണ്ടാണ് ഇത്തരത്തിൽ തീരുമാനമെടുക്കാൻ മുന്നോട്ട് വന്നത്. കഴിഞ്ഞ ദിവസം ഇതര സംസ്ഥാന തൊഴിലാളിയിൽ നിന്നും 3.5 കിലോ കഞ്ചാവ് പിടികൂടിയിരുന്നു. നാട്ടിലിങ്ങനെ ലഹരി ഒഴുകുന്നത് ശ്രദ്ധയിൽപ്പെട്ടതോടെയാണ് ജനങ്ങളുടെ സഹായത്തോടെ ലഹരിക്ക് കടിഞ്ഞാണിടാൻ പഞ്ചായത്ത് തീരുമാനിച്ചത്. ലഹരി വിൽപ്പന നടത്തുന്നവരെ പിടികൂടുന്ന എക്സൈസ്, പോലീസ് ഉദ്യോഗസ്ഥരെ പൊതുചടങ്ങിൽ അനുമോദിക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. വിവരങ്ങൾ നൽകുന്നവരുടെ വിലാസമടക്കം രഹസ്യമായി സൂക്ഷിക്കും. 24 മലപ്പുറം. എറണാകുളം കളമശ്ശേരിയിൽ മെത്ത ഫാക്ടറിയുടെ ഗോഡൌണിൽ വൻ തീപിടുത്തം. ഗോഡൌൺ പൂർണ്ണമായി കത്തിനശിച്ചു. സമീപത്തെ കെട്ടിടങ്ങളിലേക്കും തീ ആളിപ്പടർന്നത് കേടുപാടുണ്ടായി. രാവിലെ 10:30-യോടെ സീപോർട്ട് എയർപോർട്ട് റോഡിൽ കളമശ്ശേരി തോഷിബ ജംഗ്ഷന് സമീപമാണ് തീപിടുത്തം. വലിയ ശബ്ദം കേൾക്കുകയും ഗോഡൌണിൽ തീ ആളിപ്പടരുകയും ചെയ്തു. ഗോഡൌൺ പൂർണ്ണമായും കത്തി നിലം പതിച്ചു. 2 വാഹനങ്ങൾ കത്തിനശിച്ചിട്ടുണ്ട്. ഗോഡൌണിൽ നിന്ന് വലിയ പൊട്ടിത്തെറി ശബ്ദങ്ങളുണ്ടായി. ധാരാളം വീടുകളുള്ള പ്രദേശത്താണ് ഗോഡൌൺ പ്രവർത്തിച്ചിരുന്നത്. ഫയർഫോഴ്സ് സംഘം സ്ഥലത്തെത്തി തീ നിയന്ത്രണ വിധേയമാക്കി. എങ്കിലും ഇതര സംസ്ഥാന തൊഴിലാളികൾ താമസിക്കുന്ന സമീപത്തെ കെട്ടിടത്തിലെ കുടിവെള്ള വിതരണ കേന്ദ്രത്തിലേക്ക് തീ പടർന്നത് ആശങ്കയ്ക്കിടയാക്കി. കൂടുതൽ ഫയർഫോഴ്സ് സംഘം സ്ഥലത്തെത്തി തീ നിയന്ത്രണ വിധേയമാക്കുകയായിരുന്നു. KSEB ഹൈടെൻഷൻ ലൈൻ പൊട്ടിവീണതിനെ തുടർന്നാണ് തീപിടിച്ചതെന്നാണ് പ്രാഥമിക നിഗമനം. കൂടംകുളത്ത് നിന്ന് വൈദ്യുതി കൊണ്ടുവരുന്ന പ്രധാന ലൈനാണ് പൊട്ടിവീണത്. 24 കൊച്ചി. എറണാകുളം കാഞ്ഞിരമറ്റത്ത് ബാറിൽ യുവാവിന്റെ അതിക്രമം. ഈഡൻ ഗാർഡൻ ബാറിൽ മദ്യപിക്കാനെത്തിയവർക്ക് നേരെയും ബാർ ജീവനക്കാർക്ക് നേരെയുമാണ് അക്രമം. ജീവനക്കാരെ മർദ്ദിച്ചതോടെ ബാർ ജീവനക്കാരെയും യുവാവിനെ നേരിട്ടു. അക്രമത്തിന്റെ CCTV ദൃശ്യങ്ങൾ 24 ലഭിച്ചു.
ഈഡൻ ഗാർഡൻ ബാറിൽ കഴിഞ്ഞ മാസം 28-നാണ് സംഭവം. ബാറിനുള്ളിൽ മദ്യപിച്ചിരുന്നവരെ യുവാവ് കയ്യേറ്റം ചെയ്തു. പിന്നാലെ കൗണ്ടറിലെത്തിയ യുവാവ് ജീവനക്കാരോട് കയർത്ത് സംസാരിച്ചു. കൗണ്ടറിൽ കയറി ജീവനക്കാരനെ മർദ്ദിക്കുകയും ചെയ്തു. ബാർ ജീവനക്കാർ പ്രതിരോധിക്കാൻ ശ്രമിച്ചതോടെ യുവാവിന് മർദ്ദനമേറ്റു. ബാറിന് പുറത്തെത്തിയ ശേഷവും യുവാവ് മർദ്ദനം തുടർന്നു. സംഭവത്തിൽ രണ്ടുപേരുടെയും പരാതികൾ ലഭിച്ചിട്ടുണ്ടെന്നാണ് മുളന്തുരുത്തി പോലീസ് പറയുന്നത്. CCTV ദൃശ്യങ്ങളടക്കം പരിശോധിച്ച് തുടർ നടപടികൾ സ്വീകരിക്കുമെന്നും പോലീസ് വ്യക്തമാക്കി. 24 കൊച്ചി. അന്താരാഷ്ട്ര വനിതാ ദിനം വിപുലമായ പരിപാടികളോടെ ആഘോഷിച്ച് KLM ആക്സിവ ഫിൻവെസ്റ്റ്. ഉപഭോക്താക്കളിലും ജീവനക്കാരിലും കൂടുതൽ വനിതകളായതിനാൽ ഇരുവിഭാഗങ്ങളെ അഭിസംബോധന ചെയ്തുള്ള പരിപാടികളായിരുന്നു സംഘടിപ്പിച്ചത്. പരിപാടികളുടെ ഉദ്ഘാടനം ചലച്ചിത്ര താരം മിയ ജോർജ് നിർവഹിച്ചു. വനിതാ ജീവനക്കാരുടെ സമ്പൂർണ്ണ പങ്കാളിത്തം ഉറപ്പാക്കുന്നതിനായുള്ള ആക്സിവ ഫിൻക്ലൂസീവ് പദ്ധതിക്കും നൈപുണ്യ വികസന പരിപാടി സൃഷ്ടിക്കും തുടക്കം കുറിച്ചു. എല്ലാ ബ്രാഞ്ചുകളുടെയും നേതൃത്വത്തിൽ തെരഞ്ഞെടുത്ത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും സ്ത്രീ കൂട്ടായ്മകളിലും സാമ്പത്തിക സാക്ഷരതാ ക്യാമ്പ് സംഘടിപ്പിക്കുമെന്ന് KLM ആക്സിവ CEO മനോജ് രവി വ്യക്തമാക്കി. ഈ നല്ല ദിനത്തിൽ ശരിക്കും KLM ആക്സിവ 2 പ്രധാനപ്പെട്ട പദ്ധതികൾ മുന്നോട്ട് വെക്കുകയാണ്. KLM ഫിൻക്ലൂസീവ്. KLM ആക്സിവയിലെ എല്ലാ സ്ത്രീ സഹപ്രവർത്തകർക്കും ഒരു വോളണ്ടിയറായി നിയമിച്ചുകൊണ്ട് അവർക്ക് ആവശ്യത്തിനുള്ള എഡ്യൂക്കേഷൻ കൊടുത്ത് ആ സ്കൂളുകളിലും കോളേജുകളിലും ഒക്കെ പോയി ഇങ്ങനെയുള്ള ക്ലാസ്സുകൾ എടുക്കുന്നതിനുള്ളൊരു പദ്ധതി ആരംഭിച്ചിട്ടുണ്ട്. അത് ഫിൻക്ലൂസീവ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ സൃഷ്ടി എന്ന് പറയുന്ന മറ്റൊരു പ്രോഗ്രാം ഇന്നിപ്പോൾ ഇനാഗുറേറ്റ് ചെയ്യപ്പെട്ടു. അത് വിമൻ എൻ്റർപ്രണേഴ്സിന് അവരുടെ ഏറ്റവും നല്ല കപ്പാസിറ്റികൾ, അവർക്കുള്ള കഴിവുകൾ വളർത്തിയെടുക്കുന്നതിനും ഒരു എൻ്റർപ്രണർഷിപ്പ് തുടങ്ങുന്നതിനാവശ്യമായിട്ടുള്ള ഒരു ഇൻക്യുബേഷൻ സ്റ്റാർട്ടപ്പ് പോലെ അവർക്ക് ആവശ്യമായിട്ടുള്ള ഫിനാൻഷ്യൽ സപ്പോർട്ട് കൊടുക്കുന്നതിനുള്ളൊരു പദ്ധതിയാണ്. ലോക വനിതാ ദിനത്തോടനുബന്ധിച്ച് നടന്ന പെൺമ 2025 വനിതാ സംഗമം കോതമംഗലം കലാ ഓഡിറ്റോറിയത്തിൽ നടന്നു. സിനിമാ താരം ടിനി ടോം ഉദ്ഘാടനം ചെയ്തു. എന്റെ നാട് ജനകീയ കൂട്ടായ്മയുടെ നേതൃത്വത്തിലുള്ള വനിതാ മിത്രയാണ് വനിതാ സംഗമം സംഘടിപ്പിച്ചത്. നാട്ടിലെ എല്ലാ പ്രശ്നങ്ങൾക്കും സ്ത്രീകൾ വിചാരിച്ചാൽ പരിഹാരമുണ്ടാക്കാൻ കഴിയുമെന്നും സമൂഹത്തിൽ സ്ത്രീകളുടെ സ്ഥാനം പുരുഷന്മാരെക്കാൾ ഉയർന്ന തട്ടിലാണെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ ടിനി ടോം പറഞ്ഞു. വനിതാ മിത്ര നിയോജക മണ്ഡലം പ്രസിഡന്റ് ഉഷ ബാലൻ അധ്യക്ഷത വഹിച്ചു. എന്റെ നാട് ചെയർമാൻ ഷിബു തെക്കുംപുറം മുഖ്യപ്രഭാഷണം നടത്തി. ഇതോടെ 24 റൗണ്ട് പൂർണ്ണമാകുന്നു. നമസ്കാരം.